السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا. وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദവറുകൾ, മറ്റു സയ്യിദന്മാർ, പണ്ഡിതന്മാർ, അബൂബക്കർ ഹാജി അടക്കമുള്ള നാട്ടിലെ കാരണവന്മാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മബങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സ്വാലിഹീങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മെ മഹാന്മാരായ അംബിയ മുർസലീങ്ങളോടൊപ്പം ഔലിയാക്കളോടൊപ്പം നാളെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും അല്ലാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മബാപ്പമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, ഇഷ്ടപ്പെടുന്ന മൂമിനീങ്ങൾ, മൂമിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് കാരണമാകുന്ന സദസ്സുകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെയും നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്തു തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വളരെ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ വിശാലമായ അർത്ഥവത്തായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി അല്ലാഹു സയ്യിദവറുകൾക്കും മറ്റു നമ്മുടെ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരെ തണലിൽ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യമായ എല്ലാം അല്ലാഹു നമുക്കും അവൻ്റെ മഹലായ ഫള് കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ അല്ലാഹു തആല
ആദരിച്ച് സൃഷ്ടിച്ചയച്ച ഒരു സൃഷ്ടിയാണ്. അതേത് മനുഷ്യൻ, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈമാനുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും വിശ്വാസമുള്ളവനാണെങ്കിലും വിശ്വാസമില്ലാത്തവനാണെങ്കിലും മനുഷ്യൻ എന്ന നിലക്ക് ആദം സന്തതികളെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം. മഹാനായ നബിയുല്ലാഹി അബുൽ ബശർ ആദം അലൈഹിസ്സലാമിന്റെ മക്കളെ നമ്മൾ ആദരിച്ചു എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് മനുഷ്യനുള്ള ആദരവ്? മനുഷ്യൻ ഒരിക്കലും നാൽക്കാലിയെ പോലെയല്ല, അല്ലെങ്കിൽ വാനലോകത്ത് പറക്കുന്ന പക്ഷികളെ പോലെയല്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രാണികളെ പോലെയല്ല. ജീവനുള്ളതും ഇല്ലാത്തതുമായ പല വസ്തുക്കളും ഭൂമി ലോകത്ത് മനുഷ്യന് കാണാനുണ്ട്. ആ ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യന് ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ഒരു പ്രത്യേകതയാണ് മനുഷ്യനെ അല്ലാഹു വ്യത്യസ്തനാക്കി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഞങ്ങളെ നാട്ടിൽ ഈന്ത് എന്നാണ് പറയാ. ഇവിടെ എന്താ പറയാ? ഈന്തിന് ഇവിടെ എന്താ പറയാ? വളരെ കുറവാണ്, ആദ്യ കുറവാണ് അല്ലേ? എല്ലായിടെയും കുറവാണ് ഈന്ത്. ഓന്തല്ല, ഈന്ത് എന്ന് പറയുന്നൊരു മരമാണ് അല്ലെ? ഇവിടെ ഇല്ലേ സാധനം? വളരെ കുറവാണ്. ഈന്ത് എന്ന് പറഞ്ഞാൽ വളരെ ഔഷധമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല വസ്തുവായി, ഒരു മരമായി അതിൻ്റെ വസ്തുവിനെ സാധാരണ എല്ലാവരും വിശേഷിപ്പിക്കുന്ന കാണലുണ്ട്. ഞാൻ അതിൻ്റെ ആളല്ല, ഞാൻ എൻ്റെ കച്ചവടക്കാരനും അല്ല, എനിക്ക് അതിൻ്റെ ഇത് കൃത്യമായ രൂപമൊന്നും എനിക്കറിയില്ല, അങ്ങനെ പറയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഈന്ത് ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പത്രത്തിലോ റിപ്പോർട്ടിലോ വായിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ, അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന പല രൂപത്തിലുള്ള ജീവികൾ, അതൊന്നും 2025-ലും 2020-ലും അല്ലെങ്കിൽ 1990-ലും 95-ലൊന്നും ജനിച്ചിട്ടുണ്ടായതല്ല. അതിനൊക്കെ എത്രയോ കാലം മുമ്പ് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായതൊക്കെ അല്ലാഹു പടച്ചേക്കുന്ന കാലം മുതലേ അത്തരം ഒരുപാട് ജീവനുള്ള വസ്തുക്കളെ അല്ലാഹു ഭൂമിയിൽ അയച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് വരെ എത്ര പുരോഗമിച്ചാലും ലോകെത്ര മാറിയാലും ഉറുമ്പിനോട് പറ്റുന്നൊരു വാഹനം ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. മൂപ്പര് ഇപ്പോഴും ആ പഴയ സിസ്റ്റത്തിലാണ് അല്ലേ? വീട്ടിൽ നിന്ന് നല്ല തേങ്ങ കണ്ടാൽ ആ ഉറുമ്പ് എടുത്തു പോകുമ്പോൾ ഉറുമ്പൊരിക്കലും JCBനെ കൊണ്ടുപോകാറില്ല. മൂപ്പരെ കൈ കൊണ്ട് പൊക്കിയിട്ട് തന്നെയാണ് പണ്ട് കാലത്തും പോകല്, ഇപ്പോഴും അങ്ങനെ തന്നെയാ പോകല്. അതുപോലെ പക്ഷികൾ വന്ന് നമ്മളെ വീടുകളിൽ മരങ്ങളിൽ നിന്ന് പഴങ്ങൾ കഴിക്കുന്ന പക്ഷികളെ നമ്മൾ കാണാറുണ്ട്. ആ പക്ഷികൾ ചൈനയിലുള്ള പക്ഷികളാണെങ്കിലും ചൈനയിലാണ് പക്ഷികളെങ്കിൽ പോലും ആ പക്ഷികൾക്കും അത്തരം ഒരു യന്ത്രത്തിന്റെയും തന്ത്രത്തിന്റെയും ഉപയോഗം ആരംഭിച്ചതായി നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. 1000 കൊല്ലം മുമ്പ് ആന എന്ന് പറയുന്ന ജീവി നടന്നിട്ടാ പോകല്ല. ഇപ്പൊ മനുഷ്യന്മാര് കുറെ പുരോഗമിച്ചപ്പോ പോറ്റുന്ന ആനയാകുമ്പോ അയാളെ വകയിൽ അയാള് കൂലി കൊടുത്തിട്ടല്ല, അത് ആനന്റെ വകയിൽ ആന ലോറി കയറിയതല്ല. ആന ഇപ്പൊ ലോറി പോകുന്ന കാണലുണ്ട്. അത് ആന പുരോഗമിച്ചിട്ട് ആനക്ക് ഭയങ്കര പക്വതൊക്കെ വന്നപ്പോ പണ്ടത്തെ പോലെ ഇങ്ങനെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആനയും മനുഷ്യനെ പോലെ ബടക്കായതല്ല.
എന്താ നിങ്ങൾ മനുഷ്യൻ വെടക്കായി എന്നാണോ പറയുന്നത്? ഞാൻ വെടക്കായി എന്ന് തമാശക്ക് പറഞ്ഞതല്ല, ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലെ. ഇപ്പോ പണ്ട് കാലങ്ങളിലൊക്കെ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഏതെങ്കിലും മനുഷ്യൻ നടക്കുന്നു? എന്തിനാ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നടക്കുന്നത് അങ്ങനെ ഒരു കാരണം പറയാനില്ല, പിന്നെ തിന്നത് കുറെ ഉണ്ട്, അത് ദഹിക്കാനാ. ഇപ്പൊ മനുഷ്യന്മാര് നടക്കാൻ വേണ്ടി അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ജിമ്മിൽ പോവാണ്. ജിമ്മ് പോക്ക് ഹറാമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കരുത്. ജിമ്മ് തെറ്റാണ് എന്നോ അല്ലെങ്കിൽ ജിമ്മ് എന്ന് പറഞ്ഞ സാധനം മോശമാണ് എന്നോ അത് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പഴയ കാലങ്ങളിൽ അവരുടെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി അവർ നടന്നതല്ല, മറിച്ച് അവരുടെ നടത്തത്തിൽ അവരുടെ ആരോഗ്യവും അവരുടെ ഊർജവും ചെലവഴിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇവ മനുഷ്യൻ പുരോഗമനവാദങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുകയാണ് മനുഷ്യൻ, അല്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഭാര്യനെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റോബോട്ടിനെ ഉപയോഗിപ്പിച്ചോളൂ എന്ന് പറയുന്ന പുതിയ AI സംവിധാനത്തിലേക്കും അതുപോലെ പുതിയ റോബോട്ട് സംവിധാനത്തിലേക്കും മനുഷ്യന്റെ ചിന്തകളെ അമേരിക്കയും ചൈനയും കൊണ്ടുപോകാനുള്ള വാശിയിലാണ്, മത്സരത്തിലാണ്. മനുഷ്യനെ റോബോട്ടുകളിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള, റോബോട്ടിന്റെ ഉള്ളിൽ ഒതുക്കിക്കളയാനുള്ള ഒരു ശ്രമത്തിലാണ് ലോകത്തെ വലിയ വലിയ മാർക്കറ്റുകൾ, ലോകത്തിലെ വലിയ വലിയ മുതലാളിമാർ. ബാർബർ ഷാപ്പിൽ പോലും ഇനി മനുഷ്യനില്ലാത്ത ഒരു ബാർബർ ഷാപ്പ് വേണം എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്ക് ഏറ്റവും താഴേക്കടയിൽ നിന്ന് തന്നെ മേൽപോട്ടേക്ക്, മേലേക്കടയിൽ നിന്ന് താഴോട്ടേക്കും എല്ലാ നിലക്കും പഠനം നടത്തി മനുഷ്യനെ അകറ്റിക്കളയാനുള്ള ശ്രമത്തിലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയും മനുഷ്യൻ പുരോഗമിച്ചതാണ് എന്ന് പറയുമ്പോ നല്ല രസമാണ്, അല്ലേ? ഇപ്പോ ദുബായിൽ എന്തെങ്കിലും വാർത്ത ഉണ്ടെങ്കിൽ ദുബൈക്കാർ അറിയുന്നതിന് മുമ്പ് ഇന്ത്യയിൽ അറിയും. ഇന്ത്യയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ അത് ദുബായ്ക്കാരറിയും, അല്ലെങ്കിൽ അമേരിക്കക്കാരനറിയും, പുറത്തുള്ള ആളുകൾ അറിയും. നമ്മളെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ അപ്പൊ നമ്മൾ അറിയുന്നത് ദുബായിലുള്ള ചങ്ങായി നമുക്ക് അയച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആളുകളെ നമുക്ക് അയച്ചിട്ടായിരിക്കും. മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ വിവരം അറിഞ്ഞിട്ട് നമ്മൾ അറിയിക്കുമ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നില്ല. അവര് വിവരം അറിയുമ്പോഴേക്ക് മരിച്ച ആള് ചിലപ്പോ മണ്ണിലെത്തി, അവര് എല്ലാം കഴിഞ്ഞ് മറമാടലും കഴിഞ്ഞ് ചിലപ്പോ മണ്ണായി കഴിഞ്ഞാലും ചിലപ്പോ നാട്ടിൽ വരെത്തിണ്ടാവില്ല. പക്ഷെ ഇപ്പം വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനങ്ങൾ വന്നു, സൗകര്യങ്ങൾ അധികരിച്ചു, ഒരുപാട് പുരോഗമനത്തിന്റെ വാദങ്ങളും അനുഭവങ്ങളും മനുഷ്യന് സമ്മാനിച്ചു. അപ്പൊ മനുഷ്യൻ ഞങ്ങൾ കുറെ തികഞ്ഞു എന്ന ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറയണ, മനുഷ്യൻ എവിടെയാണ് പുരോഗമിച്ചത്? ഞാൻ എന്റെ വാപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലാഹു വാപ്പക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ കയറുമ്പോ അബൂബക്കർ ഹാജി പറഞ്ഞു നിങ്ങളെ ബാപ്പന്റെ പഴയ സുഹൃത്താണ് ഞാൻ. അങ്ങനെ പലയിടങ്ങളിലും പോയാൽ ഇതുപോലെയുള്ള നാട്ടിലെ പ്രമാണിമാരൊക്കെ അങ്ങനെ ബാപ്പനെ കുറിച്ച് അവർക്ക് പഴയ കാലം മുതലേയുള്ള പരിചയം പറയും. അല്ലാഹു അവർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ബാപ്പ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമില്ല. അതുപോലെ ഈ സദസ്സിലിരിക്കുന്ന പഴയ ഉപ്പാപ്പാർക്ക് അനുഭവം ഉണ്ടാവും. കല്യാണ വീടുകളിൽ ആരാണ് വന്നത് എന്ന് നോക്കിയിട്ട്, ക്ഷണിക്കപ്പെട്ട ആളാണോ അല്ലേ എന്ന് നോക്കിയിട്ട് കല്യാണ വീട്ടിലേക്ക് ആളുകളെ കയറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ടോന്ന് എനിക്കറിയില്ല, എന്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ വലിയ വലിയ മുതലാളിമാര് പണ്ട് മുതലേ ഉള്ളത് കൊണ്ട് ചിലപ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിലുണ്ടായിരുന്ന അനുഭവം ബാപ്പ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. പഴയ കാലത്ത് 30, 40, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ മനുഷ്യൻ കല്യാണ വീട്ടിൽ ക്ഷണിക്കാതെ വരുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഗേറ്റ് അടച്ചു വെച്ചിട്ട് ക്ഷണിച്ച ആളാണോ അല്ലേ എന്ന് നോക്കിയിട്ട് ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നോ? നിങ്ങളൊക്കെ അനുഭവത്തിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളൊക്കെ വാപ്പാരുടെ അനുഭവത്തിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇന്നലെ ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ ഒരാൾ സദസ്സിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്റെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ പഴയ കാലത്തുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മോമിനികളുണ്ട്, അല്ലാത്തവരുണ്ട്. അന്ന് പട്ടിണിയായിരുന്നു, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വലിയ പ്രയാസമായിരുന്നു. ആഴ്ചയിൽ വീട്ടിൽ മാംസം വാങ്ങുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു നേരം ഒരു ദിവസം മാംസം ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. കാരണം കുട്ടിയൊക്കെ തിരിഞ്ഞ കോഴി തന്നെ വേണം, നേരെ പൊരിഞ്ഞൊന്നും മതിയാവില്ല. അങ്ങനത്തെ ഒരു കാലമായിപ്പോ തിരിഞ്ഞ കോഴി വേണം, അല്ലെങ്കിൽ ചപ്പാത്തി പോലെ പരത്തിയിട്ടുള്ള കോഴി വേണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ആലോചിച്ചു. നിങ്ങളൊന്ന് അങ്ങാടിയിലൂടെ ഒന്ന് പോയാൽ ഏകദേശം ഹോട്ടലിന്റെ പുറത്ത് കുഴി മന്തി എന്ന് വെളിങ്ങനെ എഴുതി വെച്ചത്.
മനുഷ്യൻ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഒരുപാട് പുരോഗമിച്ചു. ഞാൻ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു, പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ കുറെ കാലം മുമ്പ്, എൻ്റെ എല്ലാം കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ 90കളൊക്കെ മുമ്പെന്നല്ല ഞാൻ പറയുന്നത്, 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പത്തിരി ഞങ്ങളുടെ നാട്ടിൽ അത്ര സജീവമായിരുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ സജീവമായി. അങ്ങനെ എൻ്റെ മദ്രസയിൽ പോകുന്ന കാലത്ത്, കുട്ടിക്കാലത്ത് പറഞ്ഞാൽ കുറെ വയസ്സായി ഒന്ന് ചോദിക്കരുത്, മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് നിന്ന് അതിനർത്ഥമുള്ളൂ. അന്നത്തെ കാലത്ത് തന്നെ അത്തരം പത്തിരികളൊന്നും കാണാറില്ലായിരുന്നു. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭക്ഷണങ്ങളും വിപുലമായി കിട്ടാനുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിന്നുന്നതൊക്കെ ശരിയായ ഭക്ഷണമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ചൈനക്കാരൻ പ്ലാസ്റ്റിക്കിന്റെ മുട്ടുണ്ടാക്കി വിറ്റിട്ട് ഭയങ്കര വിവാദമായിരുന്നു ഒരിക്കല്. അതുപോലെ നമ്മൾ കഴിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് പോലും അറിയാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേ സ്ഥാനത്ത് ഭക്ഷണത്തിനൊരു പ്രയാസവും എവിടെയും പറയാനില്ലാത്തൊരു ലോകം. വേണ്ടതുപോലെ ഭക്ഷണം കിട്ടാനുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. പക്ഷേ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോ ഒരുപാട് ഭക്ഷണങ്ങൾ കിട്ടാനുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം, ഭക്ഷണം കിട്ടാത്ത കാലത്ത് അവർക്ക് ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിലാണ് കഴിക്കാതിരുന്നത്, അല്ലേ? ഇന്നോ ഭക്ഷണം വേണ്ടതുപോലെ കിട്ടാനുണ്ട്, പക്ഷെ കൊളസ്ട്രോൾ ആണ്, ഷുഗർ ആണ്, എല്ലാവർക്കും ബേജാറാണ്, അല്ലേ? ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ കുട്ടികൾക്ക് പോലും 15, 20, 30, 40 വയസ്സാകുമ്പോഴേക്ക് തന്നെ എന്റെ കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ ഷുഗർ വരുമോ എന്നുള്ള പേടി. ചെറിയ കുട്ടികളോട് ഡാറ്റിംഗ് എന്നാണ്, കുട്ടികൾ ഭയങ്കര ഹരത്ത് പറയാണ്, ഞാൻ ഡാറ്റിങ്ങിലാണ് എന്ന് പറയാം. എനിക്കിപ്പോ എല്ലാം കഴിക്കാൻ പറ്റൂല. ഭക്ഷണം വേണ്ടതുപോലെ കിട്ടാനുണ്ട്, പക്ഷേ കഴിക്കാനുള്ള ധൈര്യം മതിയാകുന്നില്ല. പഴയതുപോലെ ഭക്ഷണം കിട്ടാനില്ലാത്തത് കൊണ്ടല്ല, കിട്ടാനുണ്ട്, പക്ഷേ കഴിക്കാനുള്ള ധൈര്യം വരുന്നില്ല. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരുപാട് പുരോഗമിച്ചു, പക്ഷെ ഇയാൾക്കും തിന്നാനാകുന്നില്ല, പഴയ കാലത്തും തിന്നാനാകില്ല. അന്ന് കിട്ടാത്തത് കൊണ്ടാണ്, ഇന്ന് കിട്ടിയിട്ട് രോഗത്തിന്റെ പേരിൽ തിന്നാനാകാത്തത് കൊണ്ടാണ്. നമ്മൾ കുറെ പുരോഗമിച്ചു എന്നല്ലേ പറഞ്ഞത്? പുരോഗമനം കൊണ്ട് എന്താണ് ലാഭം ഉണ്ടായത് എന്നാണ് എന്റെ ചോദ്യം. മനുഷ്യൻ ജിമ്മുകൾ കണ്ടുപിടിച്ചു, നടത്തങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓടുകയാണ്. ഓടുന്നെന്തിനാണ്? ആ ഓട്ടം തീർന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരാളെ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടല്ല, ഒരാളെ മീറ്റ് ചെയ്യാനല്ല, ഒരാളെ കാണാനല്ല, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാനല്ല, അവിടെ എന്തെങ്കിലും ഒന്ന് ലാഭം ഉണ്ടാക്കി തിരിച്ചു വരാനും അല്ല. പിന്നെ എന്തിനാ ഓടിയത്? ഓടിയ സ്ഥലത്ത് തന്നെ അങ്ങനെ ഓടുകയാണ്. എന്തിന്? തടി ശരിയാകാൻ വേണ്ടി ഓടുകയാണ്. പഴയ കാലത്താണെങ്കിലോ അവരാരും അങ്ങനെ തടി ശരിയാകാൻ വേണ്ടി ഓടേണ്ടി വന്നിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ചോളൂ, കോഴിക്കോട് അങ്ങാടിയിൽ പോകുന്ന വഴിയിൽ ബൈപ്പാസിൽ നിങ്ങൾക്ക് വലിയൊരു ഫ്ലെക്സ് കാണാം. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ അവിടെ കണ്ടിരുന്നു. ഇന്ന് വരുമ്പോ നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്താ ഫ്ലെക്സ് എന്നറിയോ? കോഴിക്കോടിന്റെ ഹൃദയം ഞങ്ങളെ കയ്യിലാണ്. എന്താണെന്നറിയോ? കോഴിക്കാട്ടുകാരോട് ഭയങ്കര സ്നേഹം ഉണ്ടായിട്ട് എഴുതി വെച്ചതാണെന്ന് വിചാരിച്ചോ നിങ്ങള്? തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടോന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ കോഴിക്കോട് കണ്ടതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. കോഴിക്കോടിന്റെ ഹൃദയം ഞങ്ങളെ കയ്യിലാണെന്നാ എഴുതി വെച്ച്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ? ബേജാറാകണ്ട, ഹോസ്പിറ്റൽ ഇവിടെ റെഡിയാണ്, പരസ്യാണ്. ആരും ബേജാറാകണ്ട. കൊളസ്ട്രോൾ ഉണ്ടോ? ഞങ്ങൾ ഇവിടെ റെഡിയാണ്, വന്നോളൂ, ചികിത്സക്ക് ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഉപ്പാപ്പാരോട് ചോദിച്ചു നോക്ക്, നിങ്ങളൊക്കെ ഏതെങ്കിലും കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും ഒരു ഫ്ലെക്സ് കണ്ടിരുന്നോ ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്താൻ? ഹോസ്പിറ്റൽ പരസ്യം ചെയ്യുന്ന ലോകത്തേക്ക് നമ്മുടെ ലോകം മാറിക്കഴിഞ്ഞു. വലിയ എന്തിനാണ്? ചികിത്സാ സംവിധാനങ്ങൾ അധികരിച്ചത് കൊണ്ടാണ്. കിഡ്നി വരെ മാറ്റിവെക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. ശരിയാണ്, ഞാൻ അംഗീകരിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നു, കിഡ്നി മാറ്റിവെച്ചതിന്റെ പേരിൽ ഒരു 100 കൊല്ലം അധികം ജീവിച്ച ഒരാളൊക്കെ പരിചയപ്പെടുത്തി തരുമോ? ബെനിഫിറ്റ് എവിടെ? ഒരുപാട് സൗകര്യങ്ങൾ അധികരിച്ചു, ചികിത്സാ രീതികൾ അധികരിച്ചു, എല്ലാം അധികരിച്ചു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ ഒരു വർധനവിന്റെ പേരിൽ ആയുസ് അധികരിച്ചവൻ എവിടെ? 60, 70, 80, 90, 100 കാലങ്ങളൊക്കെ ജീവിച്ചിരുന്ന ഉപ്പാപ്പാരുണ്ടായിരുന്നില്ലേ? എന്റെ മജ്‌ലിസിൽ എത്ര ഉപ്പാപ്പാരുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ കുറെ കാലം മുമ്പൊന്നുമല്ലല്ലോ. മദ്രസയിൽ പോകുന്ന കാലത്ത് 100 വയസ്സുണ്ടായിരുന്ന ഉപ്പാപ്പമാരെ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് നമ്മളെ നാട്ടിൽ 100 വയസ്സ് തികഞ്ഞ എത്ര ഉപ്പാപ്പമാരെ കാണിക്കാനുണ്ടാകും? ചികിത്സാ രീതികൾ അധികരിച്ചു, പക്ഷേ ആയുസ് കുറഞ്ഞു പോവാണ്. ചെറുപ്പക്കാരും മരിച്ചുവാണ്, വളരെ പെട്ടെന്ന് മരിച്ചുവാണ്. ഇക്കഴിഞ്ഞ ദിവസം നമ്മളെ സ്ഥാപനത്തിന്റെ പരിസരത്ത് ഒരാൾ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോ താഴേക്ക് വീണ് മരിച്ചു. പ്രായം 36. രോഗം എന്താണ്? സൈലന്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഹോസ്പിറ്റലും നീയും അറിയാതെ നിന്നെ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. സൈലന്റ് അറ്റാക്ക് എന്നതിന് പേര്. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ മരിച്ച കാരണം പറയാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ശ്രമിക്കും.
കുഴഞ്ഞ് വീണ് മരിച്ചു എന്നാ പറയാ. കേട്ടാ തോന്നുന്നു അയാൾ വീണ്ടും തലയടിച്ചിട്ട് മരിച്ചതാണ്. സംഗതി മരിച്ചു വീണതാണ്. പക്ഷെ പറയൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാ. അത് മരിച്ചതിനൊന്ന് നന്നാക്കിയാണ്. മരിച്ചു എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നോ? മരിക്കാൻ അസുഖം വേണുണ്ടോ? അസുഖം ഉണ്ടായാലേ മനുഷ്യൻ മരിക്കുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ അതിന് പല കാരണങ്ങൾ കണ്ടെത്താണ്. അപ്പോഴല്ലേ ഹോസ്പിറ്റലുകളൊക്കെ വളരുകയുള്ളൂ. സൈലന്റ് അറ്റാക്ക് ആണ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ആരും അറിയാത്തൊരു അറ്റാക്കാണ്, അയാൾ പോലും അറിയാതെ അറ്റാക്കായി മരിച്ചുപോയി. ആലോചിച്ചു നോക്ക്. മനുഷ്യൻ പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ ബെനിഫിറ്റ് പറയാൻ എവിടെയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. 100, 110 ജീവിച്ചിരുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളെ ഉപ്പാപ്പമാർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകാം അല്ലെ. 90, 80 ജീവിച്ച എത്ര ആളുകൾ ഉണ്ടായിരുന്നു നമ്മളെ നാടുകളില്. ഇന്ന് ചെറുപ്പക്കാർ ഒരു അസുഖവും പറയാനില്ലാത്ത വളരെ ചെറിയ പ്രായമുള്ള ആളുകള് പെട്ടെന്ന് മരിച്ചു പോവാണ്. ഫുജാഅത്തുൽ മൗത്ത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്നുള്ള മരണങ്ങൾ ഖിയാമത്ത് നാളാകുമ്പോൾ അധികരിച്ചു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള വിശ്വാസികളെ, മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചു, ഒരുപാട് പുരോഗമനങ്ങളിലേക്ക് എത്തിയെന്നത് ശരിയാണ്. പക്ഷേ മനുഷ്യന് ബെനിഫിറ്റുകൾ നേടാൻ എത്ര സാധിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യന് ലോകത്ത് പലതായി കാണിക്കാനില്ല. സൗകര്യങ്ങൾ ഒരുപാട് അധികരിച്ചു. ബെനിഫിറ്റുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ ചെന്ന് നോക്കിയാൽ ലോകത്തൊന്നും കാണിക്കാനില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് പറയുമ്പോ ഇതെന്തിനാണ് പറയുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടാകാം. പുതിയ തലമുറ, പുതിയ ന്യൂ ജനറേഷൻ എന്നവർ പറഞ്ഞ് ഇംഗ്ലീഷ് വൽക്കരിച്ച് നന്നാക്കുന്ന ഒരു സാധനമുണ്ട്. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അത് വെറും 2020, 2025, 2026 മാത്രം ഉണ്ടായ ഒരു സംഗതിയല്ല. നമ്മൾ അബൂബക്കർ ഹാജിയൊക്കെ ന്യൂ ജനറേഷൻ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. അവരെ ഉപ്പാപ്പൊക്കെ ജീവിച്ച കാലം അവരുടെ ന്യൂ ജനറേഷൻ ആയിരുന്ന കാലമായിരുന്നു. ഇപ്പോഴാണ് അവർ ഉപ്പാപ്പയായത്. അധിക കാലം കാത്തിക്കണ്ട, നമ്മളും താടിയൊക്കെ നിറച്ച് ഉപ്പാപ്പയാകാനുള്ളവരാ. വെറും 10, 30, 40 കൊല്ലം കഴിയുമ്പോഴേക്ക് നിരക്കുന്ന താടിയും ചുളിയുന്ന ശരീരവും തൊലിയും മാത്രമേ മനുഷ്യന്റെ കയ്യിലുള്ളൂ. പക്ഷേ ന്യൂ ജനറേഷൻ എന്ന പേരിട്ടാൽ പഴയ കാലത്തുള്ള ആളുകൾക്ക് ഒരു തന്ത വൈബ് എന്നുള്ള പേരും കൊടുത്താൽ തമ്മായി. അങ്ങനെയാണല്ലോ ഇപ്പോ. പഴയ കാലത്തുള്ള അവരൊന്നും തിരിയാത്തവരാണ്. ഞങ്ങൾ പുതിയ ന്യൂ ജനറേഷനാണ്. ഞങ്ങൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല, അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഞങ്ങളെ ലോകം ടെക്നോളജിയുടെ ലോകമാണ്. അവനോടാ ഞാൻ പറയുന്നത്, ഇതിന്റെ ടെക്നോളജിയുടെ ലോകം സമ്മാനിച്ചത് എന്താണ്? ഒരുപാട് പുതുമകളും ഒരുപാട് ഉപയോഗപ്പെടുത്താനുള്ള വഴികളും മനുഷ്യൻ കണ്ടെത്തിയെങ്കിലും ബെനിഫിറ്റിന്റെ സൈഡിലേക്ക് പോയാൽ മനുഷ്യൻ ഉൽപ്പാദിച്ചു വെച്ചിരിക്കുന്നത് പലപ്പോഴും മനുഷ്യന് പാരയാവുകയാണ്. അതുകൊണ്ടാണല്ലോ ആരോഗ്യത്തിന് വേണ്ടി ഒരു ഫലമില്ലാതെ നടക്കേണ്. മൊബൈൽ ഫോൺ ചവിട്ടിൽ വെക്കുമ്പോഴും അവനോട് പറയുന്നത് നിന്റെ മൊബൈൽ ഫോൺ നിന്റെ ശരീരത്തിന് തകരാറാണ്, റേഡിയേഷനാണ്. അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടതല്ല. എന്റെ മൊബൈലിൽ മുന്നിലുണ്ട് ഒരു മൊബൈൽ ഫോൺ. ഇങ്ങനെ പുറത്താ കിതാബ് വെക്കാൻ വേണ്ടി വേറൊരു സാധനം ഉണ്ട്, എല്ലാം റേഡിയേഷനാണ് എന്ന് അവര് തന്നെ പറയുന്നു, ഞാൻ പറഞ്ഞതല്ല. മനുഷ്യന് ബെനിഫിറ്റിന്റെ പുറമെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി സമ്മാനിക്കുന്ന പലതും മനുഷ്യൻ ഉപയോഗിക്കുന്നു എന്നല്ലാതെ ന്യൂ ജനറേഷൻ ആയതിന്റെ പേരിൽ, ടെക്നോളജികൾ അധികരിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ പുതിയ ജനറേഷനാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പഴഞ്ചനാക്കാൻ ശ്രമിക്കുന്നവരായി നമ്മൾ മാറരുത്. നമ്മളെ തൃശ്ശൂർ ജില്ലയിലൊന്നും ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് കാലത്ത് നമ്മളെ ഈ ഉപ്പാപ്പാരൊക്കെ മുണ്ടിന്റെ അടിയിൽ ഉടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. നമ്മളെ നാടുകളിലൊക്കെ മുണ്ട് കൊണ്ടാണ് യൂസ് ചെയ്യുന്ന സമയത്ത് മുണ്ടിന്റെ അടിയിൽ ഉടുക്കുന്ന ഒരു സാധനം ഉണ്ട്. പേര് ഞാൻ പറയണ്ട, നിങ്ങൾക്ക് അറിയാലോ. അവര് ആ കീസയിലാണ് പണ്ട് പൈസ ഒക്കെ വെക്കുക. എന്നിട്ട് പൈസ എടുത്തു കൊടുക്കണമെങ്കിൽ ഒന്ന് തിരിഞ്ഞു നിന്ന് ആരും കാണാതെ കീസയിൽ കൈയിട്ടിട്ട് ആ കീസയിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുക. കാരണം മുണ്ടിന് കീശ ഉണ്ടാവൂല. അങ്ങനെ മുണ്ടിന്റെ അടിയിൽ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറുപ്പക്കാര് ഏതോ ഇംഗ്ലീഷുകാരൻ അതിട്ടിങ് 3/4 എന്ന് പേരാക്കിയപ്പോ അത് പിന്നെ ഭയങ്കര ബഹുമാനമുള്ളതായി. അങ്ങനെ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് പേരായാൽ പിന്നെ അത് ഭയങ്കര ആവും എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, ഈ ഇംഗ്ലീഷ് സംസ്കാരത്തിന് അവർ കണ്ട ബഹുമാനം എന്താണ്? ഇംഗ്ലീഷ് വൽക്കരിക്കുന്നത് കൊണ്ട് അതിന് ബഹുമതി ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ചിന്ത എവിടെ നിന്നാണ്? അമേരിക്കയിൽ ന്യൂയോർക്കിന്റെ സിറ്റിയിൽ ഈ മുത്തഅല്ലിമ് പോയി ഇറങ്ങിയിട്ട് ഞാൻ എനിക്കറിയുന്ന ന്യൂയോർക്കിലുള്ള എന്റെ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചു. ആദ്യം തന്ന ഉപദേശം എന്താണ് എന്നറിയാം? വെൽക്കം ടു USA എന്നല്ല. അതിന്റെ ഒക്കെ മുമ്പ് അവരാദ്യം പറഞ്ഞ സ്വാഗതം എന്താണ് എന്നറിയാം?
കയ്യിൽ ഫോണുണ്ടോ ശ്രദ്ധിക്കണം, കയ്യിൽ പേഴ്സ് ഉണ്ടോ ശ്രദ്ധിക്കണം. അടിച്ചു മാറ്റാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ തുടങ്ങും. ശ്രദ്ധിക്കാതെ നടക്കരുത്. ഇതാണ് ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയില്ല, എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നിഷേധിക്കാൻ സാധിക്കില്ല. ഞാൻ അനുഭവിച്ച അനുഭവമാ പറയുന്നത്. എത്ര പ്രതീക്ഷയിലാണ് ഞാൻ. ഒരുപാട് രാജ്യങ്ങൾ, 28ഓളം രാജ്യങ്ങളുടെ മേലെ ഞാൻ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിറങ്ങിയപ്പോ ആ രാജ്യത്തുള്ള മുഴുവൻ മലയാളികളും വിളിക്കുമ്പോ വാണിംഗ് ആണ്, ശ്രദ്ധിക്കണം, കയ്യിൽ മൊബൈൽ ഫോൺ പിടിക്കരുത്. ആരുണ്ടാക്കിയതാ? അമേരിക്കക്കാരൻ ഉണ്ടാക്കിയ ഐഫോണാണ് കയ്യില്. എന്നാലും അവർ കട്ടെടുക്കുമോ എന്ന് ഭയപ്പെടണം. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കള്ളുകുടിയന്മാരായി തോക്കും പിടിച്ച ആളുകൾ ജീവൻ അപഹരിച്ചെടുത്തിട്ട് പിന്നെ കേറിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. അതോടുകൂടെ എന്റെ ഒതു അവിടുന്ന് മുറിഞ്ഞു. അമേരിക്ക എന്ന് പറഞ്ഞ ഭയങ്കര സ്വപ്നം കണ്ട് മനുഷ്യന്മാര് പോകുന്ന ഒരു രാജ്യത്തെത്തിയപ്പോ ആ രാജ്യത്തെ സ്വീകരണം ഞാൻ പറയുന്നത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇപ്പോൾ ചില ആളുകളുണ്ട് സോഷ്യൽ മീഡിയയില്, നിയമങ്ങളില്ലാത്ത ലോകം വേണം, പാറിപ്പറക്കാനുള്ള ലോകം വേണം, തടസ്സങ്ങളില്ലാത്ത ലോകം വേണം. അതിന് ഇസ്ലാമാണോ തടസ്സം? അതിനെ മാറ്റിവെക്കണം. അതിന് അള്ളാഹു ആണോ തടസ്സം? അള്ളാനെ മാറ്റിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണോ തടസ്സം? മാറ്റിവെക്കണം എന്ന് പറയുന്ന അറിവില്ലാത്ത ന്യൂ ജനറേഷനിലും അല്ലാതെയും പെട്ടുപോയ മുസ്ലിം നാമധാരികളും അല്ലാത്തവരുമായ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരോടാ ഞാൻ പറയുന്നത്, നിയമങ്ങളില്ലാത്ത ലോകത്തെ നിർമ്മിക്കാമെന്ന് ചിന്തിച്ച അമേരിക്ക ഇന്ന് സമാധാനങ്ങൾക്ക് പകരം സമാധാനം നഷ്ടപ്പെടുന്ന ലോകമായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഏത് പുലർച്ചക്കും സ്ത്രീകൾക്ക് സന്തോഷത്തോടെയും ഒരു പ്രയാസവും ഒരു തടസ്സവും ഇല്ലാതെ ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഏറ്റവും സമാധാനമുള്ള അങ്ങാടി ഏതാണ് എന്ന് പരിശോധന നടത്തി. എന്താ റിപ്പോർട്ട് എന്നറിയോ? മദീനത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മദീനയില് ഇന്നും ഏത് പുലർച്ചയിലും ഏത് പെണ്ണിനും സമാധാനത്തോടുകൂടെ ഇറങ്ങി നടക്കാൻ ലോകത്തെ ഏറ്റവും നല്ല സിറ്റിയായി ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് മദീനയാണ്. നിയമങ്ങൾക്ക് ഉള്ളിൽ വിലയേൽപ്പിക്കാതെ എന്തിനും തോന്നിവാസങ്ങൾക്ക് തുറന്നിടുന്ന രോഗമായി ആസ്വദിച്ച് ജീവിക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം വളർന്നു വരുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പേര് കൊണ്ട് നോക്കിയാൽ നല്ല 1-ാം നമ്പർ മുസ്ലിം. തൊള്ള തുറന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിക്കുന്നു, അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നു. ഒരിക്കലും അതുകൊണ്ട് അവൻ മുസ്ലിമാകുന്നില്ല. പേര് മുസ്ലിം ആയതുകൊണ്ട് ഒരാൾ മുസ്ലിമാകുമെന്ന് നിങ്ങൾ കരുതിയോ? എന്നിട്ടോ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് പുറത്തു പോയിട്ട് പോലും അവർക്ക് ഇസ്ലാമിന്റെ ബഹുമതി അറിയുന്നത് കൊണ്ട് മുസ്ലിം എന്ന പേര് കൈയൊഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ തന്നെ അവനെ വിശേഷിപ്പിക്കുന്നത് ഞാൻ എക്സ് മുസ്ലിം എന്നാണ്. എങ്ങനെ? അങ്ങനെ ഉണ്ടല്ലോ. ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് പുറത്തുപോയി നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഏതെങ്കിലും ഒരാള്, ഒരു കള്ളുകുടിയനായ മനുഷ്യൻ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അയാളുടെ ജീവിതത്തിൽ കള്ളുകുടി എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്ന് അയാൾ കുറെ കാലം കഴിഞ്ഞപ്പോ തിരിച്ചറിഞ്ഞു. അങ്ങനെ അയാൾ കള്ളുകുടി ഒഴിവാക്കി എന്തിന്റെ പേരില? അത് മോശമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ. ശരീരത്തിന് മോശമാണ്, സ്വഭാവം ദുസ്വഭാവമാണ്, ഇത് തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് അയാൾ കള്ളുകുടി ഒഴിവാക്കിയത്. എന്നിട്ട് അയാൾ കള്ളുകുടിയൊക്കെ ഒഴിവാക്കി നന്നാകാൻ തീരുമാനിച്ചു. അയാൾ പിന്നെ കാണുന്നവരോടൊക്കെ ഞാൻ എക്സ് കള്ളുകുടിയനാണ്, എന്താ എക്സ് MLA, എക്സ് മന്ത്രി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഞാൻ എക്സ് കള്ളുകുടിയനാണ് എന്നിട്ട് ഒരാളെ പരിചയപ്പെടുന്ന അയാൾ ആദ്യം തന്നെ ഈ കള്ളുകുടിയന്മാരെ കണ്ണിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്തിനാ? അത് വളരെ മോശമാണ് എന്ന് ചിത്രീകരിക്കപ്പെട്ടതിന്റെ പേരിലാണ്. ഇസ്ലാം വളരെ മോശമാണ് എന്ന് പറയുന്ന ഈ കക്ഷികൾ അവരിപ്പോഴും പറയുന്നു ഞാൻ എക്സ് മുസ്ലിമാണ്, വലിയ ബഹുമാനത്തോടെ പറയാണ്. കാരണം അവന്റെ ഉള്ളിൽ അവൻ മന്ത്രിക്കുന്നുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് മഹത്വമുള്ള ഒരു ആശയമാണ്. പിന്നെ എന്തിനാ മൂല്യരെ അവൻ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്നത്? ജീവിക്കാൻ വേറെ വകുപ്പൊന്നുമില്ല, നല്ല വകുപ്പാണ്. ഇസ്ലാമിനെ തെറി വിളിക്കുന്നവരായ കുറെ യൂട്യൂബിൽ വീഡിയോ കാണാൻ ആളുണ്ടാകും, പിന്നെ കുറെ കൈയടിക്കാൻ ആളുണ്ടാകും. അതിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഒന്ന് ഫേമസ് ആകാൻ പറ്റും. അതിന്റെ പേരിലൊക്കെ ഇസ്ലാമിനെ തെറി വിളിച്ച് നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ എക്സ് മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊതുരംഗത്തേക്ക് വരുന്നത്. അള്ളാഹു നമ്മളെയും നമ്മുടെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈമാൻ എന്ന് പറയുന്നത്. മനുഷ്യനെ യഥാർത്ഥത്തിൽ അതാ ഞാൻ പറഞ്ഞത്,
ഏറ്റവും വലിയ ശുദ്ധിയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് അവന്റെ ചിന്താഗതി കൊണ്ടാണ്. ആ ചിന്താഗതി കറക്റ്റിലാകുന്നത് അവന്റെ ഈമാനിന്റെ വെളിച്ചം കൂടി അവന് ലഭിക്കുമ്പോഴാണ്. അള്ളാഹു നമ്മളെ ഈമാനിന്റെ വെളിച്ചം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാനിവിടെ വന്നപ്പോ അബ്ദുറഹീം ഹാജി എന്നോട് പറഞ്ഞു, ഞങ്ങളെ ഈ നാട്ടിൽ വലിയ വെളിച്ചം നൽകി ഹംസ മുസ്ലിയാർ, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഹംസ ഉസ്താദ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പള്ളിയിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകള് ഉസ്താദിന്റെ വിളിയുടെ ഉത്തരം കേൾക്കുമായിരുന്നു, അല്ലാഹ് എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ആ ഒരു മനസ്സ് കൊട്ടിയുള്ള അള്ളാഹുവിനെ വിളിക്കുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മഹാനായ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എങ്ങനെ ജീവിച്ചയാളാണ്? ജനങ്ങൾക്കിടയിൽ ഒരിക്കലും ഞാനൊരു വലിയ ആബിദാണ് എന്നറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊരു ഇബാദത്തിൽ മുൻപന്തിയിലുള്ള ആളാണ് എന്നറിയപ്പെടണം എന്ന് ചിന്തിച്ചിട്ടില്ല. അതിന്റെ പേരിൽ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പലപ്പോഴും വേഷം മാറിയിട്ടാണ് മഹാനായ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പോകാറുള്ളത്. എങ്ങനെയുള്ള വേഷം? സാധാരണ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന രൂപം മാറി മഹാനായ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇബാദത്തിന് പോകുമ്പോൾ ഞാനൊരു ആബിദാണ് എന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ പെട്ടെന്ന് നോക്കിയാൽ അത് ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ ആവശ്യമായ വേഷവിധാനം ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നു, രാത്രിയായാൽ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇബാദത്ത് ചെയ്യും. ഇബാദത്ത് ചെയ്തിട്ട് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യും. ആരോട്? ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്. ആ റബ്ബിന്റെ മുന്നിൽ കൈ ഉയർത്തുന്ന ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞ് കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യും. ആരെയും അറിയിക്കാനല്ല, ആരെയും കേൾപ്പിക്കാനല്ല, ആരുടെയും കയ്യടി കിട്ടാനല്ല, മുരീദന്മാരെ സമ്പാദിക്കാനല്ല, അങ്ങനെ എന്തെങ്കിലും ഭൗതികമായ ചിന്തയുടെ പേരിലല്ല, അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം സമയം ചെലവഴിച്ച് രാത്രിയിൽ കരഞ്ഞ് കരഞ്ഞ് ഇബാദത്തിന് ചെലവഴിച്ച മഹാനായ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു രാത്രിയിൽ കരയുന്ന ശബ്ദം പരിസരത്തുള്ള ജീറാനുകളായ ആളുകളുടെ വീട്ടിൽ വെച്ച് ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ കേൾക്കാറുണ്ടായിരുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള ഉപ്പമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, എന്റെ വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ ഉപ്പമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, യുവാക്കളെ, നമ്മൾ ചിന്തിക്കണം, ആരാണ് ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു? ചരിത്രത്തിൽ കാണാം, രാത്രി മുഴുക്കെ നീണ്ട നിസ്കാരമാ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതി തീർത്തു. എത്രത്തോളം ഓതി തീർത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ആ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന, കിടക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത സ്ഥലം മഹാനവറുകളെ നേരത്തെ സെലക്ട് ചെയ്തു വെച്ച് അവിടെ പോയി ഖുർആൻ ഓതി. എന്തിനാണെന്നല്ലേ? മരിച്ചാൽ ഞാൻ കിടക്കുന്ന ഖബറിന്റെ അടുക്കൽ റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങണമല്ലോ. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഖബറിന്റെ ഉള്ളിൽ ഞാനൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമല്ലോ. അതാ ലക്ഷക്കണക്കിന് ശിഷ്യന്മാരെയും അനുയായികളെയും ഖിയാമത്ത് നാൾ വരെ സമ്പാദിക്കാൻ ഭാഗ്യം ലഭിച്ച ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ഉപ്പമാരെ, മരിച്ചു കിടക്കണ്ട ഖബറിന്റെ അടുക്കൽ ഇരുന്നിട്ട് ഖുർആൻ ഓതിപ്പോയി. എത്ര തവണ ഖുർആൻ ഓതിയെന്നറിയോ? 7000
തവണ ഖുർആൻ ഓതി തീർത്തു. എത്ര തവണ ഖുർആൻ ഓതി എന്നാ പറഞ്ഞത്? 7000 തവണ ഖുർആൻ ഓതി. ഓരോ ദിവസം ഓരോ പേജ് ഓതിയാലും 7000 തവണയാവുമല്ലോ. അങ്ങനെയല്ല. അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ ആയത്തോതി, അങ്ങനെയല്ല. 7000 പ്രാവശ്യം മരിച്ചു കിടക്കുന്ന ഖബറിന്റെ ചാരത്ത് വെച്ച് തന്നെ ഖുർആൻ ഖത്മ തീർത്തു ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളൊക്കെ യഥാർത്ഥത്തിൽ വെറും പേര് കൊണ്ടുള്ള മുസ്ലിം ആകുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങളോട് ചോദിക്കണം. നമ്മളൊക്കെ പേര് കൊണ്ടുള്ള മുസ്ലിമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ആ മഹാന്മാരായ മുൻഗാമികളായ സാലിഹീകൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്തി നോക്കിയാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, അവസാന നാളാകുമ്പോൾ ചണ്ടി ചവറുകളായി ഒലിച്ചു പോകുന്നത് പോലെ എന്റെ പിൽക്കാലത്തുള്ള സമൂഹം മാറുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം, ഹറാമുകൾക്ക് ന്യായം കണ്ടെത്തുന്ന ലോകം, തിന്മകൾക്ക് എന്തെങ്കിലും ന്യായം പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ലോകം. 1400 കൊല്ലം മുമ്പ് വന്ന മതം ഇത്രയും ടെക്നോളജി വർദ്ധിച്ചിട്ടും ഒരു മാറ്റം വരാതെ നിലനിർത്തണമെന്ന് പറയുന്ന പഴഞ്ചൻ ചിന്താഗതിക്കാരാണെന്ന് നമ്മളെ വിശേഷിപ്പിക്കുമ്പോഴേക്ക് തകർന്നു പോകുന്ന ഇസ്ലാമായി, പൊളിഞ്ഞു പോകുന്ന ഇസ്ലാമായി, പൊളിഞ്ഞു പോകുന്ന ഈമാനായി നമ്മളെ ഈമാൻ എവിടെയോ തകരം പിടിക്കുന്നുണ്ടോ, തിരുമ്പ് പിടിക്കുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട ഒരു ലോകം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു 7000 തവണ ഖുർആൻ മരിക്കേണ്ട സ്ഥലത്ത് വെച്ച് ഓതി. നമ്മൾ മരിച്ചു കിടക്കേണ്ട പള്ളിയിൽ പോയി ഇരുന്നിട്ട് പോലും ഒരു റമദാനിൽ ഒരു 7 ഖത്മ് തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മരിച്ചു കിടക്കേണ്ട ഖബർസ്ഥാനിയുള്ള പള്ളിയുടെ പരിസരത്ത് പോയി റമദാനിൽ 30 ദിവസം കിട്ടിയിട്ട് ഒരു ഖത്മ് ഓതാൻ നമുക്ക് ദുനിയാവിന്റെ ഓട്ടപ്പാച്ചലുകൾക്കിടയിൽ സമയം കിട്ടിയില്ല. ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് കാണാം. അവിടുന്ന് റമദാനിൽ ഫീ ശഹ്രി റമദാന 60 ഖത്മ 60 ഖത്മ ഓതുന്ന സ്വഭാവം മഹാനായ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഒരു പകലിൽ ഒരു ഖത്മ്, ഒരു രാത്രിയിൽ ഒരു ഖത്മ് ഖുർആൻ മുഴുക്കെ ഓതി തീർക്കുമായിരുന്നു. എങ്ങനെ ഉസ്താദേ അല്ലെങ്കിൽ വലിയാരെ അങ്ങനെയൊക്കെ സാധിക്കോ? ഒരു ദിവസം ഒരു പകല് കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കാൻ കഴിയോ? അതാണ് അല്ലാഹുവിലേക്ക് അടുക്കുന്ന മഹാന്മാർക്ക് അല്ലാഹു തആല സമയത്തിൽ വിശാലത കൊടുത്തവർക്ക് കറാമത്ത് കൊടുക്കുമ്പോൾ അല്ലാഹു നൽകുന്ന പവറാണ്. ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ഒരു ഖത്മ് ഓതുമായിരുന്നു, ഒരു പകലിൽ ഒരു ഖത്മ് ഓതുമായിരുന്നു. അല്ലാഹു അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെ മുൻഗാമികളായ മഹാന്മാരായ സാലിഹീങ്ങൾ അവരുടെ ജീവിതം മുഴുവനായി അല്ലാഹുവിന്റെ മുന്നിൽ അവർ സമർപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? ആരെങ്കിലും കാണിക്കാനല്ല, ആരെങ്കിലും അറിയാനല്ല. അതുകൊണ്ടാ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ പിറകിൽ നിന്നൊരാള് പറയാണ്, രാത്രി മുഴുക്കെ നിസ്കരിക്കുന്ന മഹാനാണല്ലോ ആ പോകുന്നത്. ഇത് കേട്ടപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. പടച്ച റബ്ബേ, രാത്രി മുഴുക്കെ നിസ്കരിക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ അല്ലാ. രാത്രിയുടെ പകുതിയല്ലേ ഞാൻ ഇബാദത്ത് എടുക്കാറുള്ളൂ. ആ സമയത്ത് അന്ന് അവിടുന്നതാ കരയാണ്. അല്ലാ, എന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞിട്ട് എന്നെ ആളുകൾ ബഹുമാനിക്കുകയാണല്ലോ. ഇത് ഭയന്നതിന്റെ പേരിൽ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ണുനീരൊഴുക്കിപ്പോയി. ഇന്നാണെങ്കിലോ വയലിന് വന്ന മുസ്ലിയാർക്ക് സംഘാടകരോട് വലിയ ഇഷ്ടം തോന്നിയില്ല. എന്താ കാരണം എന്നറിയോ? മുസ്ലിയാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത് എന്ന് സ്വാഗതം പറയുമ്പോ പറഞ്ഞിട്ടില്ല. മുസ്ലിയാരും ഭയങ്കരനാണ് എന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടില്ല. ഇയാളെപ്പോലെ ബഹുമാനമുള്ള ആള് കേരളത്തിൽ വേറെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ പേരിൽ വയല് പറയാൻ വന്ന മുസ്ലിയാർക്ക് തികഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ വയല് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഒരാള് പറഞ്ഞു, നാളെയും നിങ്ങൾ തന്നെ വയലിന് വരുമോ?
ഞാൻ ചോദിച്ചു നാളെ വേദന വരാൻ പറഞ്ഞത് ഏറ്റെടുത്തിരുന്ന ആൾക്ക് എന്ത് പറ്റിപ്പോയി? അപ്പൊ സംഘാടകര് പറയാണ് നാളെ വരാന്ന് പറഞ്ഞ മുസ്ലിയാരും വരണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോ അവർക്ക് പറയാനുള്ള കാരണം എന്താണ് എന്നറിയോ? പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാരുടെ നോട്ടീസിൽ കൊടുത്ത ഫോട്ടോ അല്പം പഴയതായി പോയി. അതുകൊണ്ട് മുസ്ലിയാര് സംഘാടകനെ വിളിച്ച് ദേഷ്യം പിടിച്ചു. അതുകൊണ്ട് സംഘാടകര് തീരുമാനിച്ചു അമ്മയിലാർ ഇവിടെ വേദന വരണ്ട. ആലോചിച്ചു നോക്കി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ അവരൊക്കെ ജീവിതം അള്ളാഹിന്റെ ദീനിനു വേണ്ടി അങ്ങ് സമർപ്പിച്ചിട്ട് പോലും രാത്രി മുഴുക്കെ നിസ്കരിക്കുന്ന ആളാണ് എന്ന് ബഹുമാനം പറഞ്ഞത് കേട്ടപ്പോൾ ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞുപോയി. നമുക്ക് പരസ്പരം ബഹുമാനിക്കാത്തതിന്റെ പേരിൽ ബേജാറാണ്, നമ്മളെ ആദരിക്കാത്തതിന്റെ കുറവിന്റെ പേടിയിലാണ്, നമ്മളെ വേണ്ടതുപോലെ പരിഗണിച്ചില്ലെന്ന ചിന്തയാ. എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, അല്ലാഹുവിനെ മറക്കുന്നവരായി എല്ലാ മേഖലകളിലും നമ്മൾ പിറകോട്ടായപ്പോൾ പരീക്ഷണത്തിന്റെ ലോകമായി പോയി. എന്തെല്ലാം മുസീബത്തുകളാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ്, എന്തെല്ലാം വിഷമങ്ങളാണ് ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തവക്കുലായി മനുഷ്യന്റെ കയ്യിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആയുധം കൊണ്ടുപോയി പണയം വെച്ച് ദുന്യാവിനെ പ്രണയിക്കുന്നവരായപ്പോൾ, ദുന്യാവിനെ സ്നേഹിച്ച് അല്ലാഹുവിനെ ഭാരമേൽപ്പിക്കുന്നതിൽ നിന്ന് അകന്നവരായപ്പോൾ ജീവിതത്തിൽ ബർക്കത്ത് കുറഞ്ഞുപോയി. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് മഹാനവറുകളെ കുറിച്ച് ചരിത്രത്തിൽ പറഞ്ഞത് കാണാം. മഹാനവറുകൾ പറയാണ്, ഞാൻ ഒരു വർഷത്തിൽ ഹജ്ജിന് പോകാൻ വേണ്ടി പുറപ്പെട്ടു. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വഴിയിൽ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കിണറുണ്ടായിരുന്നു. നാട്ടില് പൊട്ടക്കിണർ എന്നൊക്കെയാ പറയാം, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഈ ആൾമറയൊന്നും ഇല്ലാത്ത ഉപയോഗമില്ലാതെ കിടക്കുന്ന കിണറില്ലേ, അതിനെന്താ ഇവിടെ പറയാ? പൊട്ടക്കിണർ തന്നെ പറയാം, പൊട്ടക്കിണർ തന്നെ പറയാം. മാഷാ അല്ലാഹ്, നിങ്ങൾ ഈ തൃശ്ശൂർ എറണാകുളം ഭാഗത്തെത്തുമ്പോൾ ഭാഷ നല്ലോണം നന്നാവും. അതുകൊണ്ട് പേടിച്ചിട്ട് ചോദിച്ചതാണ്. നല്ല നല്ല ലാംഗ്വേജ്, മലയാളത്തിന്റെ നല്ല നല്ല വേർഡുകൾ ഉപയോഗിക്കുന്ന ഭാഗമാണ് നിങ്ങളെ ഭാഗം. ഞാൻ വെറും നാദാപരം ഭാഷ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതല്ലെങ്കിലും പറയല്, ഞാനൊരു പൊട്ടക്കിണർ പറയുന്ന പൊട്ടനാക്കണ്ടെന്ന് വിചാരിച്ച് ചോദിച്ചു. അപ്പൊ നിങ്ങളും അതന്നെയാ പറയല്ലേ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ ഉപയോഗമില്ലാതെ ആൾമറയൊന്നുമില്ലാതെ ആളുകൾ ഉപയോഗിക്കാതെ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്ന കിണർ. മഹാനായ അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ്, ഞാനിങ്ങനെ നടന്നു പോകുമ്പോ അറിയാതെ ഞാൻ ആ കിണറിലങ്ങ് വീണുപോയി. അങ്ങനെയാണ് ചില മുസീബത്തുകൾ. നമ്മൾ വിചാരിക്കും നമ്മളെ കൺട്രോളിലാണ് ലോകം. കുറച്ച് പൈസയും കൂടി അങ്ങായ പിന്നെ തോന്നും ഞാൻ തന്നെയാണ് ഇവിടുത്തെ എല്ലാം. പൈസ ഉണ്ടായാ പിന്നെ ഞാൻ തന്നെയാണ് എല്ലാം. പൈസന്റെ മേലെ പറക്കാത്ത പരുന്തുകളില്ല എന്നൊക്കെ പിന്നെ ഇങ്ങനെ മനസ്സിൽ തോന്നും. എന്ത് പൈസ? ഒരു നേരം നമ്മളെ നഖത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു കുത്തല് വന്നാൽ കോടികൾ ഉണ്ടായാൽ ആ കുത്തല് മാറി കിട്ടൂല. പല്ലിന്റെ ഉള്ളിലാണ് പിന്നെ പറയാൻ വേണ്ട അല്ലേ? നമ്മളെ നഖത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ കുത്തല് വന്നതാ. ആ വേദന സഹിക്കാൻ കഴിയാതെ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ബേജാറാകാനൊന്നുമില്ല, നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഒരു ചെറിയ ടെസ്റ്റ് എഴുതുന്നുണ്ട്, ഒന്ന് ബോംബെയിൽ അയച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരും, എന്നിട്ട് പറയാം. പിന്നെ ഞാനാണ് ഹോജയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്? പിന്നെ ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് തന്നെ ഓർമ്മ ഉണ്ടാവൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു ലോക ദുനിയാവ് എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുഅ്മിനായ വിശ്വാസികളോട്, ഈമാനുള്ള ഉമ്മമാരോട്, ഉപ്പമാരോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം, മനുഷ്യനെ വഞ്ചിച്ച് കളയുന്ന രണ്ട് നിഅമത്തുകളുണ്ട്. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ഒരുപാട് മനുഷ്യന്മാര് വഞ്ചിക്കപ്പെട്ടു പോകുന്ന രണ്ട് മഹത്തായ നിഅമത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സിഹ്ഹതു വൽ ഫറാ. ഒന്നാമത്തെ എന്താണെന്ന് അറിയാം? നല്ല ആരോഗ്യമുള്ള സമയം. അപ്പൊ എങ്ങനെ തോന്നും, അടിച്ച് ഞാനങ്ങ് ശരിയാക്കി കളയും. എന്താ അടിച്ച് ശരിയാക്കി കളയുന്ന്? നേരം വിളിക്കാൻ അടിക്കാൻ പോകാൻ വേണ്ടി നാളത്തെ ഡേറ്റ് ഒക്കെ തീരുമാനിച്ച് രാത്രി കിടന്നുറങ്ങിയവനെ പിറ്റേന്ന് രാവിലെ വിളിച്ചു നോക്കുമ്പോ അടിക്കാൻ പോയിട്ട് മൂപ്പർക്ക് ഒരു കൊതുകിനെ തട്ടാൻ പോലും കഴിയില്ല, മരിച്ചു കിടക്കുകയാണ്. അല്ലാഹു അത്തരം പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബീമ്പിളക്കാനേ പറ്റുള്ളൂ.
ചിലപ്പം ബീം വിളക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങ് തീർന്നു പോകും. നിങ്ങൾ കാണുന്നില്ലേ, നടന്നുകൊണ്ടിരിക്കുന്ന പല ജീവികളും നടന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ സ്റ്റക്കായി പോവാണ്, അവിടെ തന്നെ ചത്തുപോയി. അങ്ങനെ മനുഷ്യന്മാരും നടന്നുകൊണ്ടിരിക്കുമ്പോ തീർന്നു പോകുന്ന നമ്മൾ കാണുകയാണ്. പക്ഷേ മനുഷ്യൻ ആരോഗ്യമുള്ള സമയത്താകുമ്പോ ഞാൻ ഭയങ്കരനാണ് എന്നുള്ളൊരു ചിന്താഗതി എവിടെയോ മനുഷ്യനുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. അതിലൊന്നാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള സമയം അല്ലാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലും ഒരു മനുഷ്യനെ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഒരാളുടെയും തണലില്ലാത്ത ലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്നവരിൽ അത്തരം യുവാക്കളുണ്ട്. അല്ലാഹുവിന്റെ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ഉപ്പാപ്പാര് പള്ളിയിലിരുന്ന് ഖുർആൻ ഓതും, ഉപ്പാപ്പാര് പള്ളിയിൽ ജമാഅത്തിന് വരും, നമ്മളെ നാട്ടിലുള്ള കാരണവന്മാര് പള്ളിയിൽ നേരത്തെ എത്തിച്ചേരും, ജുമഅക്ക് അവര് സജീവമായി പള്ളിയിലുണ്ടാകും. നമ്മൾ ചിന്തിക്കും അവരെ പോലൊരു ഉപ്പാപ്പയായിട്ട് ഇൻഷാ അല്ലാഹ് എനിക്കും പള്ളിയിൽ പോകണം, അവരെ പോലൊരു ഉപ്പാപ്പയായിട്ട് അങ്ങനെയൊക്കെ ആയി മാറണം എന്ന ചിന്താഗതിയാണ് നമ്മളെ മനസ്സിലെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മളെ വഞ്ചിച്ചു കളഞ്ഞിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കസീറും മിനൻ നാസ്, ഏകദേശ ആളുകളും വഞ്ചിക്കപ്പെട്ടു പോകുന്ന നിഅമത്താണ് ആരോഗ്യമുള്ള സമയമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് വൽ ഫറാഗ്, വിശ്രമ സമയങ്ങളാണ്. വെറുതെ ഇരിക്കുന്ന സമയമുണ്ടോ എന്നാ അവന്റെ ജീവിതത്തിൽ ഹറാമുകൾ അധികരിക്കാൻ അത് കാരണമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറുപ്പക്കാരായ കൂട്ടുകാരോട് നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മളെ ഈ ചളിക്കോട് എന്നാ ഇവിടെ പറയാ, ചളിങ്ങാട് പ്രദേശത്ത് അങ്ങനെയുള്ള ഉപ്പാരും മക്കളും ഉമ്മാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില വാപ്പാരുണ്ട്, മക്കള് വലുതാകുന്ന ഇങ്ങനെ കാണുമ്പോ ഉമ്മ പറയും, നിങ്ങൾ ഏതായാലും യൗവനകാലത്ത് അധ്വാനിച്ച് നിങ്ങളെ ഒരു സംഗതിക്കും കിട്ടിയിട്ടില്ല, ഇനി മക്കളെയും കൂടി അങ്ങനെ ആക്കണ്ട. അവിടെ മക്കള് കുറച്ച് നാട്ടിലൊക്കെ നിന്ന് അങ്ങാടിയിലൊക്കെ ഒന്ന് കറങ്ങട്ടെ, അവരിപ്പൊ തന്നെ വിദേശത്ത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ തലവേദന, ഇപ്പൊ തന്നെ ബിസിനസ്, ഇപ്പൊ തന്നെ അധ്വാനം, അങ്ങനെ ആകരുത് എന്ന് ഉപദേശിക്കുന്ന ചില ഉമ്മാരുണ്ട്. നമ്മളെ നാട്ടിലുള്ള ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ഉമ്മാരൊന്നും അങ്ങനെ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത്തരം ഈ നാടുകളിലൊക്കെ വന്നാൽ നല്ല അഭിവൃദ്ധി കാണാറുണ്ട്. ഇവിടെ നേരത്തെ ബിസിനസ്സിലൊക്കെ ഇറങ്ങുന്ന ആളുകളായതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു നിലനിർത്തി തരട്ടെ. ചൈനയിൽ 2 ആഴ്ച മുമ്പ് 137ാമത്തെ കണ്ടന്റ് ഫെയർ ഉണ്ടായിരുന്നു. അവിടെ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോ, അവിടെ ഒരു സ്ഥലത്ത് കയറി ചെന്നപ്പോ 3-4 വയസ്സുള്ള ചെറിയൊരു കുട്ടി. അപ്പൊ ഞാൻ അവിടെ ചെന്ന്, എനിക്ക് ഈ കുട്ടി കച്ചവടത്തിന് അറിയുന്ന കുട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എന്റെ മക്കളെ അതുപോലെ നമ്മളെ നാട്ടിലുള്ള മക്കളെയും പോലെയല്ലേ കാണുള്ളൂ. കുട്ടി വന്നിട്ട് നേരെ എന്നോട് ചോദിച്ചു എന്താ വേണ്ടത് ചോദിച്ചു. ഇപ്പൊ ചൈനീസ് ഭാഷയിലായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അവന് മൊബൈൽ ഫോൺ ഓണാക്കിയിട്ട് തൊള്ളേന്റെ അടുത്ത് വെച്ചു കൊടുക്കും. അങ്ങനെയാ സാധാരണ അവർ സംസാരിക്കുക, ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുക. അപ്പം മൊബൈൽ ഫോണിൽ കുട്ടി എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ കണ്ടപ്പോൾ ഞാൻ ആ കുട്ടീനോട് ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞപ്പോൾ ചൈനയിൽ അയാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടീനോട് പറഞ്ഞു, എൻ്റെ ഈ ഉത്തരവാദിത്തപ്പെട്ട അച്ഛനെയോ ആരെങ്കിലും ഒന്ന് വിളിക്കിയത്. അപ്പോൾ ഈ കുട്ടി പറയാണ്, എൻ്റെ സാധനം അച്ഛനല്ല വിൽക്കേണ്ടത്, ഞാനാണ്. അപ്പൊ ഈ കുട്ടി കച്ചവടത്തിന് മസാല പ്രകാരം വിൽക്കാനും വാങ്ങാനും പറ്റുമോ, അതൊക്കെ വേറെ ചർച്ചയാണ്. ഈ ചെറിയ കുട്ടിയും അവിടെ കച്ചവടത്തിന് ഒരു മടിയില്ലാതെ 4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് 3 വയസ്സ് കണ്ടാ പ്രായം തോന്നുന്ന ഈ കുട്ടി അവിടെ കച്ചവടം ചെയ്യാണ്. അതുകൊണ്ട് ഇനി തൃശ്ശൂർ ജില്ലയിലൊക്കെ എല്ലാവരും 3 വയസ്സിലും 4 വയസ്സിലും കച്ചവടം ചെയ്തിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ടായ എന്നെ വിളിക്കരുത്. ഞാൻ ചൈനയിലെ കഥയാ പറഞ്ഞത്, ഇവിടുത്തെ കഥയല്ല. ഇവിടെ അപ്പോഴേക്ക് ചിലപ്പോൾ ശിശു പരിപാലനം എന്നൊക്കെ പറഞ്ഞ് വേറെ ഇറക്കിയോ വരും, പിന്നെ പിടിച്ചുകൊണ്ടുപോകും, കേസാകും, ഉള്ളിലാകും. പിന്നെ ഇയാളെ മൊയിലിയാരെ പണിയാണ്, പേരോണ്ട മകനെ വയലിന് കൊണ്ടുവന്നിട്ട് ഞാൻ കുടുങ്ങി എന്ന് പറഞ്ഞ് എന്നെ ആരും വിളിക്കാൻ നിൽക്കരുത്. ഞാൻ ചൈനയിലുള്ള കഥയാ പറഞ്ഞത്. അവിടെ കുട്ടിക്കാലം മുതലേ അവർക്ക് വളരാൻ ആവശ്യമായ ഇത്തരം ചിന്താഗതികൾ അവർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളെ മോൻ 20 വയസ്സായാലും ഓനിപ്പൊ തന്നെ അധ്വാനിക്കണ്ട, ഏതായാലും ഞാൻ കുറെ കാലം അധ്വാനിച്ചതല്ലേ, ഓനിപ്പൊ അധ്വാനിക്കണ്ട, ഓൻ കുറച്ച് വെറുതെ ഒക്കെ നടക്കട്ടെ എന്ന ചിന്താഗതിയായാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് നോളജ് ഉണ്ടാകൂല, മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് ബോധം ഉണ്ടാകൂല. അങ്ങനെയുള്ള മക്കളായി നമ്മളെ മക്കൾ വളർന്നു പോയാൽ നമ്മൾ സമ്പാദിച്ചത് മുഴുവനും വിറ്റയിക്കാനുള്ള മക്കളായി നമ്മളെ മക്കൾ മാറിപ്പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മറിച്ച് അധ്വാനശീലരായിട്ടാണ് മക്കളെ വളർത്തിയെടുക്കേണ്ടത്. കുട്ടിക്കാലം മുതലേ അതിന് പ്രേരണയാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. ആ ഒരു പ്രേരണയും ഇതും ഇല്ലാതിരിക്കുമ്പോഴാണ്
ബാപ്പന്റെ സ്വത്ത് കണ്ടിട്ട് കല്യാണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടാകുന്നത്. ബാപ്പ ചെലവഴിച്ചിട്ട് മഹർ വാങ്ങണം എന്ന് വിചാരിക്കുന്നത്, മറിച്ച് സ്വന്തത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നേരത്തെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനായി ഒരു മനുഷ്യൻ മാറുമ്പോഴാണ് അവൻ നല്ല മാനേജ്മെന്റ് സിസ്റ്റത്തോടുകൂടെ വളർന്നു വരുന്നവനായി പുരോഗമിച്ച് കാണാൻ നമുക്ക് സാധിക്കുന്നത്. അധ്വാനിക്കാതെ ഒന്നും മനുഷ്യന് സമ്പാദിക്കാൻ കഴിയൂല. അവൻ അധ്വാനിക്കുന്നതാണ് അവന് കിട്ടാനുള്ളത്. അധ്വാനശീലരായിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. വെറുതെ ഇരിക്കുന്ന സ്വഭാവം കുട്ടിക്കാലത്തെ മക്കളെ പഠിപ്പിച്ചാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അവർ പല വഞ്ചനയിലും പെട്ടുപോകാൻ അത് കാരണമാകും. അതില്ലാതെ എന്നും നല്ല ജീവിതം അവരുടെ ജീവിതത്തിൽ സമ്പാദിക്കാനാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിന്റെ ആരാധനയിൽ യൗവനകാലം ചെലവഴിക്കുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്, അർശിന്റെ തണലുണ്ട് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത് മറന്നുപോയോ? മഹാനായ അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അറിയാതെ പൊട്ടക്കിണറിൽ വീണു. പൊട്ടക്കിണറിലെത്തിയിട്ട് അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ്, ഞാനിങ്ങനെ സ്വന്തത്തിൽ എന്നോട് ഇങ്ങനെ തർക്കിക്കാൻ തുടങ്ങി. എന്താ തർക്കം എന്നറിയോ? ഞാനിപ്പോ ആരും കാണാനില്ലാത്ത ഒരാളും വിളിച്ചാൽ അറിയൂല എന്ന് തോന്നുന്ന രൂപത്തിൽ ഒരു കിണറിലാ ഉള്ളത്. ഞാൻ ആരെയാ വിളിക്കേണ്ടത്? അള്ളാനെ വിളിക്കണോ, അല്ല ഏതെങ്കിലും സൃഷ്ടികൾ പുറത്തു വരുമ്പോ എന്നെ രക്ഷിക്കണേ എന്ന് കൂക്കി വിളിക്കണോ? അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ്, ഞാൻ ഉറപ്പിച്ചങ്ങ് തീരുമാനിച്ചു, എന്നെ സൃഷ്ടിച്ച് ഇതുവരെ പരിപാലിച്ച എന്റെ റബ്ബ്, ആ റബ്ബ് എന്നെ കൈയൊഴിക്കൂല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ആര് കൈയൊഴിച്ചാലും എന്നെ ആര് കൈയൊഴിക്കൂല, എന്റെ റബ്ബ് കൈയൊഴിക്കൂല. ഈ ഉറച്ച വിശ്വാസത്തില് ഞാൻ ആ കിണറിൽ അവിടെ ഇരുന്നു. പുറത്തുകൂടെ പലരും നടന്നു പോകുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരാളെയും വിളിച്ചില്ല. അവര് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാത്തു നിന്നില്ല. എന്നെ രക്ഷിക്കാൻ, എന്നെ ഇതുവരെ സംരക്ഷിച്ച ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ്? ലോകത്ത് ഒരു മുതലാളിയെയും ഫുൾ ടൈം ഓണായിട്ട് കാണാനില്ല, ഒരു മാനേജറെയും ഫുൾ ടൈം ഓണായിട്ട് കാണാനില്ല, ഒരു മാനേജറെയും ഫുൾ ടൈം പ്രതികരിക്കുന്നവനായി കാണിക്കാനില്ല. എത്ര വലിയ മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും എത്ര വലിയ മാനേജർ ആണെങ്കിലും എത്ര വലിയ ഡയറക്ടർ ആണെങ്കിലും അയാളോട് ചോദിച്ചാൽ ഉത്തരം കിട്ടൂന്ന് എല്ലാ സമയത്തും പറയാൻ പറ്റൂല. മുസ്ലിയാരെ ഫോണിൽ വിളിച്ചാൽ പോരെ, ഫോണിൽ വിളിച്ചാലും അറിയാത്തവർക്കൊന്നും ഉറങ്ങുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഫോണിൽ വിളിച്ചാലും അവരറിയൂല. അവരെ സമയത്ത് കിടന്നാ പിന്നെ സമയം കഴിയാതെ അയാൾ അറിയൂല. അങ്ങനെ കിടന്നുറങ്ങാൻ കഴിവുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ഒരു ബോധം ഉണ്ടാകൂല. സ്വബയും കഴിഞ്ഞ് ലോറും കഴിഞ്ഞാലും ചിലപ്പോൾ ഉറക്കം തെളിയും. അങ്ങനെ കിടന്നുറങ്ങി കഴിയും ചില ആളുകൾ. അങ്ങനെ ആകരുത്. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ തീരെ ബോധമില്ലാത്ത നിലക്ക് മനുഷ്യന് കിടക്കാൻ സാധിക്കും. എനിക്ക് കിടന്നാൽ അറിഞ്ഞാൽ പോലും ഫോൺ എടുക്കണ്ടെന്നയാള് തീരുമാനിച്ചാൽ ഒരാൾക്കും തടയാൻ പറ്റൂല. അതേ സ്ഥാനത്ത് ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബ് നമ്മൾ ലോകത്ത് കാണുന്ന ഏതെങ്കിലും സൃഷ്ടികളെ പോലെയല്ല. അവൻ എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. ആ റബ്ബ് ലാ തഖുദു സനത്തും വലാ നൗം, അവന് തൂങ്ങി ഉറക്കം പോലുമില്ല. നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചാൽ ഇന്ന് രാവിലെ 10:30 മണിക്ക് ഞാൻ എന്റെ സുഹൃത്തിനൊരാവശ്യം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. ഇവിടെ എത്താൻ പോകുന്നതിന്റെ അല്പം മുമ്പ് ഞാൻ അവന് മെസ്സേജ് അയച്ചു. വീണ്ടും, അല്ല മോനെ, ഞാൻ രാവിലെ 10:30 മണിക്ക് ചോദിച്ചതാണല്ലോ, നീ ആ ചോദ്യത്തിന് മറുപടി തന്നില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ അതാ മറുപടി വരുന്നു. 10:40 അവന്റെ മറുപടി അയച്ചതായി അവൻ എന്റെ ഫോണിലേക്ക് അയച്ചു തന്നു. 10:40 അയച്ചത്. പക്ഷേ അവൻ അയച്ചത് ഇവിടെ എത്തിയിട്ടില്ല. 10:40 അയച്ചിട്ടും അവന്റെ ഫോണിൽ നിന്ന് സെൻഡ് ആയിട്ടില്ല. അവൻ എന്നോട് പറയാണ്, ഞാൻ ആ സമയം തന്നെ അയച്ചിരുന്നു, പക്ഷേ അയച്ചിട്ടത് സെൻഡ് ആയിട്ടില്ല. അവൻ അയക്കണ
അയക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും എന്റെ ഫോണിലെത്തിക്കാൻ അവന് സാധിച്ചില്ല. അവൻ അയച്ചിട്ട് ഇവിടെ എത്തിക്കാൻ എനിക്കും സാധിച്ചില്ല. ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് അവന്റെ അടുത്ത് എത്താത്ത പ്രശ്നങ്ങളുണ്ടോ? മലക്കുകൾ എത്തിച്ചു കൊടുക്കാത്തത് കൊണ്ട് എത്താത്ത പ്രശ്നമുണ്ടോ? റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് എത്താത്ത പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ അവൻ ഉറങ്ങിപ്പോകുന്ന പ്രയാസമുണ്ടോ? അല്ലാമുൽ ഗുയൂബ്. ഏത് മലക്കുകളെ സഹായമില്ലെങ്കിലും, ഏത് ജുന്ദുമിന സമാവാത്തിന്റെ സഹായമില്ലെങ്കിലും, ഒരാളെ സഹായമില്ലെങ്കിലും എല്ലാം ഒരേ സമയം അറിയാൻ കഴിയുന്ന അല്ലാഹ് അവന് ഉറക്കമില്ല, തൂങ്ങി ഉറക്കം പോലുമില്ല. ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അത് മഹാന്മാരെ മുൻനിർത്തിയിട്ടാകട്ടെ അല്ലാതെ ആകട്ടെ, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, ഞാൻ ഉത്തരം തരാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ആയത്ത് ഉപയോഗിച്ചിട്ട് മഹാന്മാരെ മുൻനിർത്തി ചോദിക്കരുത് എന്ന് പറയുന്ന വിവരദോഷികളുണ്ടല്ലോ. ലോകത്തൊരൊറ്റ സുന്നിയും ഒരു വിശ്വാസിയും ഈമാനുള്ളൊരു മോമിനായ മോമിനികളും അല്ലാഹുവിനെ കൂടാതെ ഒരൗലിയാക്കളും ഒരംബിയാക്കളും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? ഏതെങ്കിലും സുന്നികൾ വിശ്വസിക്കുന്നുണ്ടോ ഔലിയാക്കൾ അല്ലാഹ് അറിയാതെ എങ്ങനെങ്കിലും പഠിച്ചു തരണം? അങ്ങനെ ഒരൗലിയാക്കളും പടക്കൂല എന്നാ സുന്നികളെ വിശ്വാസം. ഔലിയാക്കള് പടച്ചു തരൂല, പടച്ചു തരുന്നവൻ അല്ലാഹു മാത്രമാണ്. ഔലിയാക്കള് കാരണങ്ങളാണ്, അമ്പിയാക്കള് കാരണങ്ങളാണ്, അതൊക്കെ ആത്മീയമായ കാരണങ്ങളാണ്. ഭൗതികമായി നോക്കിയാൽ ഡോക്ടർമാരുടെ ചികിത്സ കാരണമാണ്, എഞ്ചിനീയർമാരുടെ പ്ലാനിങ്ങുകൾ കാരണമാണ്. ആ പ്ലാനിങ് തെറ്റുമ്പോഴാ റോഡ് തകർന്നു പോകുന്നത്, ആ പ്ലാനിങ് തെറ്റുമ്പോഴാ ബിൽഡിംഗ് തകർന്നു പോകുന്നത്. അങ്ങനെ ആവശ്യമുള്ളതൊക്കെയും ഉപയോഗപ്പെടുത്താം, ഭൗതികവും അഭൗതികവുമായ കാരണങ്ങൾ ഉപയോഗപ്പെടുത്താം. പക്ഷെ ഒന്നും സ്വന്തത്തിൽ പടച്ചതായി ലോകത്തൊരാളും സൃഷ്ടിക്കുന്നില്ല. ഖാലിഖായി ഒരാളേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിനോട് നിങ്ങൾ ചോദിച്ചോന്നാ പറയുന്നത്. നിങ്ങൾ ചോദിച്ചാൽ അസ്തജിബ് ലക്കും, നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരും. ഒരു നിരീശ്വരവാദി പറയാണ്, ഞാൻ എത്ര കാലായി പഠിച്ചവനോട് ചോദിക്കുന്നത്. അല്ലാഹ് പറയും, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ എത്ര ചോദിച്ച് എന്റെ പഠിച്ചവൻ ഉത്തരം തന്നില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയത്. ഞാൻ എത്ര കാലായി അള്ളാഹിനോട് ചോദിക്കുന്നത്, എന്നിട്ട് അല്ലാഹ് എനിക്ക് തന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ വിട്ടുപോയത്. ആര് പറഞ്ഞു തന്നിട്ടില്ല എന്ന്? ഞാൻ ചോദിച്ചത് തന്നിട്ടില്ല എന്നല്ലാതെ പിന്നെ മൊലിയാരെ ഞാൻ ചോദിച്ചല്ലാണ്ട് നിങ്ങൾ ചോദിച്ചതാ എനിക്ക് തരേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെയാ ലോകം ഉണ്ടാവോ? അല്ലാഹ് പറഞ്ഞത് എന്താ? ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദ്വാരക്ക്, നിങ്ങൾ ദ്വാരക്കുന്നത് പോലെ അങ്ങ് തരാം. അങ്ങനെയാ അല്ലാഹ് പറഞ്ഞത്? അല്ല, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് എന്താണോ ഉത്തമം അത് അറിയുന്നവനാണ് ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്. അല്ലേ? നിങ്ങൾ കാണുന്ന ലോകത്ത് ട്രെയിനിങ് ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ ഫേമസ് ആയ ആളുകളെ പേരൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്ക്. കൈയില്ലാത്ത ആളുകൾ അതിൽ കാണാം, കാലില്ലാത്ത ആളുകളെ കാണാം, കണ്ണില്ലാത്ത ആളുകളെ കാണാം. അവർക്ക് എന്താ പരിപാടി എന്നറിയോ? ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാണ്. കണ്ണില്ലാത്ത മനുഷ്യൻ, കാലില്ലാത്ത മനുഷ്യൻ, കൈയില്ലാത്ത മനുഷ്യൻ, ഇങ്ങനെ പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന സ്പീക്കർമാരായി ഇന്ന് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ പലരെയും കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവർ ജനിച്ചു വീണപ്പോൾ അവർക്ക് കൈ ഉണ്ടാകൂല, കാലുണ്ടാകൂല എന്ന് ജനിക്കുമ്പോ വയറ്റിൽ കിടക്കുന്ന സമയത്ത് സ്കാനിങ് ചെയ്തിട്ട് പല ഡോക്ടർമാരും പറഞ്ഞു, കുട്ടീനെ വയറ്റിൽ വെച്ച് കൊന്നുകളയലാ നല്ലത്. കാരണം കണ്ണില്ലാത്ത കുട്ടിയാണ്, കാതില്ലാത്ത കുട്ടിയാണ്, കൈയില്ലാത്ത കുട്ടിയാണ്, അംഗവൈകല്യമുള്ള കുട്ടിയാണ്, കൊന്നുകളയണം എന്ന് പറയുന്ന പല ഡോക്ടർമാരുണ്ടായിരുന്നു. ആ ഡോക്ടർമാരും ജീവിച്ചിരിപ്പില്ല. ഞാൻ ഇന്ന് സ്റ്റേജിൽ ട്രെയിനിങ് നടത്തുന്നു. ഒരു ട്രെയിനിങ് ചെയ്യുന്ന ഒരാളെ പ്രസംഗം ഞാൻ കേട്ടത് ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. ഈമാനുള്ള വിശ്വാസികളെ, കയ്യും കാലും കണ്ണും ഒക്കെ ഒരു മനുഷ്യൻ ഉണ്ടാകുക എന്ന് പറയുന്നത് അവന്റെ സൃഷ്ടിപ്പിൽ പരിപൂർണതയാണെന്ന് നമുക്ക് തോന്നുകയാണ്.
സ്ഥാനത്ത് കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും ഹൃദയമാകുന്ന മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം. അതുകൊണ്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് വേണ്ടതുപോലെ അങ്ങ് നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. കാലില്ലെങ്കിലും കൈയില്ലെങ്കിലും മനസ്സിന്റെ കരുത്തവന്റെ കയ്യിലുണ്ടോ അവൻ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ എന്ത് വേണം? പ്യൂറായ ഹൃദയം വേണം, നല്ല മനസ്സ് വേണം. എല്ലാം ഉൾക്കൊള്ളാനുള്ള ഹൃദയം അവന്റെ കയ്യിലുണ്ടെങ്കിൽ, നന്നായ അള്ളാഹനെ ഭയപ്പെടുന്ന ഒരു ഹൃദയം അവനുണ്ടെങ്കിൽ, അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അവന് വളരാൻ കഴിയുമെന്നാണ് നമുക്ക് നൽകുന്ന പാഠം. അല്ലെങ്കിലും ഞാൻ ഓർമ്മ വന്നപ്പോൾ പറയുന്നു എന്ന് മാത്രം. ഏതെങ്കിലും സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർമാര് പറയുമ്പോഴേക്ക് വയറ്റിൽ കിടക്കുന്ന കുട്ടികളെ കൊന്നുകളയുന്ന വിവരദോഷികളാകരുത്. അള്ളാഹു എന്നെ കാത്തി രക്ഷിച്ചതാണ്. ഞാനിപ്പോ നീട്ടി പറയുന്നില്ല, നിർത്തുകയാണ്. ഈജിപ്തില് ഒരു ദിവസം ഭയങ്കര നെഞ്ഞുവേദന. ഞാൻ അവിടെ അസ്ഹറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നെഞ്ഞിന് ഭയങ്കര വേദന, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു 1 മണിക്കൂറും കൂടിയേ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞ സമയം ജീവിക്കുള്ളൂ, ഇപ്പം മരിച്ചു പോകും. യഥാർത്ഥത്തിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ ഡോക്ടർമാര് രോഗിയോട് തന്നെ രോഗം പറഞ്ഞിട്ട് അയാൾ അങ്ങ് കൊന്നുകളയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാളും ഇല്ലാതെ ഒറ്റക്ക് ഹോസ്പിറ്റലിൽ എത്തിയ എന്നോട് ഡോക്ടർ പറയാണ് 1 മണിക്കൂർ അല്ലെങ്കിൽ അത്ര സമയം ജീവിക്കുള്ളൂ, ഇപ്പം മരിച്ചു പോകും. എന്താ വേണ്ടത്? ഒന്നും വേണ്ട, കിടന്നു തരാ. നെഞ്ചു കീറിയിട്ട് ബ്ലോക്ക് നീക്കിയില്ല, ഇപ്പം മരിച്ചു പോകും. കഴിഞ്ഞിട്ട് ഏകദേശം 5-8 കൊല്ലായി. ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ നെഞ്ചു കീറാൻ മാത്രമുള്ള ഒരു രോഗമൊന്നും എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ നെഞ്ചു കീറാനായിട്ടില്ല. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ മറുപടി, ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് വെള്ള പേപ്പറിൽ എഴുതി തരണം. ഡോക്ടർ വിട്ടതിന്റെ കാരണം ഞാൻ നിർബന്ധിച്ചിട്ടാണ്, ഡോക്ടർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് എഴുതി തരണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ അസ്രായിലല്ലോ, അത് അസ്രായിലിന്റെ ഡ്യൂട്ടിയാ, ഞാൻ എഴുതി തരാം. ഇയാൾക്ക് ഭയങ്കര ധൈര്യമാണല്ലോ എന്ന് വിചാരിക്കണ്ട. ഞാൻ ബാപ്പനെ വിളിച്ചതാണ്. ബാപ്പനെ വിളിച്ചപ്പോൾ ബാപ്പ പറഞ്ഞു, അങ്ങനെ വേദാറൊന്നും ആകണ്ട, ഫാത്തി ഓതിയിട്ട് നെഞ്ഞത്ത് ഊതിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ആ ധൈര്യത്തിൽ അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നല്ല അസ്രായിൽ വേറെ ആളാണ്, ഞാൻ എഴുതി ഒപ്പിട്ട് തരാമെന്ന് അയാൾക്ക് എഴുതി ഒപ്പിട്ട് വിടും. അങ്ങനെ പേപ്പറും എടുത്ത് ഞാൻ ബാപ്പ പറഞ്ഞത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം എന്നാണ്. ഒരു സംസം വെള്ളവും മന്ത്രിച്ച് കുടിച്ചിട്ട് ബാപ്പ പറഞ്ഞതുപോലെ ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർ ഒരു ചിരിയാണ്. നിങ്ങളെ ടെസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര സീരിയസ് ആണ്, നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നില്ല നിങ്ങൾ ധരിച്ചിരിക്കുന്ന പാന്റ് ഒന്ന് കാണുന്നത്. അങ്ങനെ ഇയാൾ എൻ്റെ പാൻറ്റിൻ്റെ അടിയിൽ, കന്തൂറിൻ്റെ അടിയിലുള്ള പാൻറ്, ആ പാൻറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ തടവി നോക്കുമ്പോൾ ആ പാൻറ്റിൽ ഒരു ജുനൈഹിൻ്റെ കോയിൻസ് ഉണ്ടായിരുന്നു. ജുനൈഹി തന്നെ അവിടുത്തെ പൈസയാണ്. 1 ഉറുപ്പ്യ ഇവിടുത്തെ നാട്ടിലുള്ള കോയിൻസ് പോലത്തെ ഒരു കോയിൻസ് ഉണ്ടായിരുന്നു. അത് എടുപ്പിച്ചിട്ട് അയാൾ പറഞ്ഞു, ഒന്നുകൂടി ചെക്ക് ചെയ്താൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ കോയിൻസ് കീശയിലുള്ളത് കൊണ്ട് നിങ്ങളെ ടെസ്റ്റ് മുഴുവനും തെറ്റിയിട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് അയാൾ ഡോക്ടർ ബേജാറായിപ്പോയി, നിങ്ങൾ ബേജാറാകണ്ട. ഞാൻ ആ കോയിൻസ് എടുത്ത് മാറ്റിയിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇതുവരെ ഒരു കുഴപ്പം അള്ളാഹു തന്നില്ല. അള്ളാഹു നമുക്കൊക്കെ മരണം വരെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും അള്ളാഹു നൽകട്ടെ. ഞാനിത് എന്തിനാ പറഞ്ഞത് എന്നറിയോ? ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോഴേക്ക് തീർന്നു പോകുന്ന ജീവിതമാകരുത്. ഇനി ഇത് കേട്ടിട്ട് ഞാനിനി ഒരു ചികിത്സയും ചെയ്യൂല, എന്ത് പറഞ്ഞാലും സാരമില്ല, ഡോക്ടർമാർ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കൂല എന്നും പാപ്പമാരെ തീരുമാനം എടുക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. എന്റെ വേറൊരു സുഹൃത്തിന്റെ, ഞങ്ങൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ഒന്നിച്ച് പഠിച്ചതാ. അവൻ ഖത്തറിലാണ്. ഖത്തറിൽ ഞാൻ ലാസ്റ്റ് പോയപ്പോൾ ഞാൻ അവനോട്, അവനിക്കൊരു രോഗം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ തായ്ലാന്റിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നെഞ്ഞുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തില്ലേ ആള് മരിച്ചു പോകും. അപ്പൊ ചങ്ങാതിമാര് പറഞ്ഞു, ഇത് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്, ഹോസ്പിറ്റലുകാർക്ക് പൈസ ഉണ്ടാക്കേണ്ട പരിപാടിയാണ്, നമ്മൾ ഇവിടുന്ന് തടിയെടുക്കുക. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് അവർ തടിയെടുത്തു. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി ഏകദേശം ഒരു 10 മിനിറ്റ് ഓടിയതേ ഉള്ളൂ. അവൻ എന്നോട് പറഞ്ഞു, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, ആൾ അവിടെ തന്നെ വീണു വണ്ടിയിൽ. അപ്പൊ ഇവർക്ക് ബേജാറായി. ഇവരെയും താങ്ങിയിട്ട് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചുപോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, ഞങ്ങൾ ഇനി തിരിച്ചെടുക്കൂല, കാരണം ഇനി ചികിത്സ ചെയ്താൽ ഫലിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ അവര് നിർബന്ധിച്ച് കാല് പിടിപ്പിച്ച് അവിടെ എടുപ്പിച്ചു. അങ്ങനെ ചികിത്സ ചെയ്തത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് അയാൾ എന്നോട് അനുഭവം പറഞ്ഞത്. ഇനി വേറെയും അനുഭവം എനിക്ക് പറയാനുണ്ട്. ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഇനി ഞാൻ ചികിത്സിക്കൂല എന്നൊന്നും ആരും തീരുമാനിക്കരുത്. ഞാൻ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ മുഴുവനും ശരിയാണെന്ന് വിചാരിച്ച് വയറ്റിൽ കിടക്കുന്ന കുട്ടികളെ കൊന്നുകളയുന്നതിന് മടിയില്ലാത്ത ഉമ്മമാരായി നമ്മൾ മാറിപ്പോകരുത് എന്നാണ്. അങ്ങനെയുള്ള ബാപ്പമാരായി, കണ്ണില്ലാത്ത കുട്ടിയാണെന്ന് പറയുമ്പോൾ എന്നാ ഓനെ കൊന്നുകളെ വയറ്റിൽ വെച്ച് എന്ന് പറയുന്ന ഉപ്പമാരായി നമ്മൾ മാറരുത്. ഹൃദയമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. കൈയല്ല, കാലല്ല, അങ്ങനെയുള്ള അവയവങ്ങളൊന്നുമല്ല, അതൊക്കെ ഉണ്ട്.
പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് മനുഷ്യന്റെ മനസ്സും കരുത്തും എന്ന് പറയുന്നത്. ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന കടത്തിന്റെ കണിവലയിലോ അത്തരം ബുദ്ധിമുട്ടുകളിലോ പെട്ടുപോയ ഏതെങ്കിലും ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, ഒരു കാലത്തും നമ്മൾ നിരാശരാകരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശനാകരുത്. ഇതുവരെ തന്ന റബ്ബിന് ഇനിയും തരുന്നതിന് അവന്റെ ഖജനാവിൽ ഒരു കുറവില്ല എന്ന് വിശ്വസിച്ച് അധ്വാനിക്കാനുള്ള മനസ്സ് വേണം. ഇത്രയും കാലം 8 മണിക്കൂർ അധ്വാനിച്ചിട്ടാണോ സമ്പാദിച്ചത്? 16 മണിക്കൂർ അധ്വാനിച്ചിട്ട് സമ്പാദിച്ച് കടങ്ങൾ വീട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അല്ലാതെ കടക്കാരനായി മരിച്ചു കളയാനുള്ള ശ്രമം നടത്തുന്നവരാകരുത്. ഇനി എന്തായാലും എന്റെ കട ഒന്നും വീട്ടാനാകൂല, ഇങ്ങനെ തന്നെ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരേറ്റെടുക്കുമെന്ന് വിചാരിക്കുന്ന സ്വഭാവമാകരുത്. മറിച്ചോ നമുക്ക് അല്ലാഹു തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാകണം. ആ ഒരു തവക്കുലാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടത്. വീടിന്റെ പണി തുടങ്ങുമ്പോൾ ഭാര്യന്റെ പൊന്നിന്റെ മോള് തവക്കുലാക്കരുത്, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കണ്ടിട്ട് തവക്കുലാക്കരുത്. ആജിയാരുടെ വീട്ടിൽ കുറെ പൈസ ഉണ്ടാകും, അയാളെ ബാങ്കിൽ പൈസ ഉണ്ടാകും, അയാൾ തരൂന്ന് വിചാരിച്ചിട്ടാകരുത്. എല്ലാം ഏൽപ്പിക്കേണ്ട റബ്ബ് അവനാണ് അല്ലാഹ്. ആ റബ്ബ് കൈയൊഴിക്കില്ലെന്ന വിശ്വാസത്തോടെ അല്ലാഹുവിലേക്ക് മനസ്സിരിക്കുന്ന മൂമിനാണോ അവൻ എവിടെയും തകരാറിൽ പെട്ടുപോകൂല. മഹാനായ അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് കിണറിൽ നിന്നിങ്ങനെ കേൾക്കുകയാണ്, പലരും സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അവരെ ഒന്ന് ഉറക്കെ വിളിച്ചാൽ അവർ കയറിട്ടിട്ടോ അല്ലാതെയോ സൗകര്യം ചെയ്ത് മഹാനായ അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങളെ പുറത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുമെന്നറിയാം. പക്ഷേ മഹാനവറുകൾ ഒരൊറ്റ തീരുമാനമാണ്, ഞാൻ എന്തായാലും റബ്ബിനെ ഏൽപ്പിച്ചതാണല്ലോ, ഒരാളെയും വിളിച്ച് ഞാൻ ചോദിക്കൂല. അങ്ങനെ കിണറിലിരിക്കുന്ന സമയത്താണ് പുറത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. എന്താ ചർച്ച എന്നറിയാം? അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങളുള്ള കിണറ്, ഇത് പല ആളുകളും വീഴാൻ കാരണമാകുന്ന ഒരു കിണറാണ്. കാരണം ആൾമറയൊന്നും ഇല്ലാത്ത, അങ്ങനെ ശ്രദ്ധയിൽ വരാത്തൊരു കിണറാണ്. ഈ കിണർ മൂടിക്കളയാ. എങ്ങനെ ഈ കിണർ മൂടിക്കളയാ? ആളുകൾക്ക് ഉപകാരമില്ലാതെ ആരെങ്കിലും അതിൽ വീണ് കൊടുത്താൽ, അതേ ആ കിണറിലേക്ക് വീണാൽ അറിയാതെ ആളുകൾ കിണറിൽ പെട്ടുപോയാൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടും. അവിടെ ഈ കിണർ മൂടിക്കളയാന്നാണ് തീരുമാനം. അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് കിണറിൽ നിൽക്കുന്ന സമയത്ത് ഇവർ പുറത്തു വെച്ച് ഇതാ ചർച്ച ചെയ്യുന്നത്. അപ്പൊ മനസ്സിൽ ഇങ്ങനെ തോന്നി, എന്നാ പിന്നെ അവരോട് തന്നെ പറഞ്ഞാലോ, ആരെങ്കിലും കിണറിൽ പെട്ടുപോയതുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ആളുകളെ പുറത്ത് അല്ലാഹു എത്തിച്ചാൽ സഹായം ചോദിക്കാലോ, അകത്തന്നെ വിളിച്ചാലോ. അവർ പണ്ടേ രക്ഷിക്കാനല്ലേ, ആരും കുടുങ്ങാതിരിക്കാനല്ലേ അവർ കിണർ മൂടിക്കളയുന്നത്. അവരെ വിളിച്ചാൽ എന്തായാലും അവർ രക്ഷിക്കുമല്ലോ, അപ്പൊ അവരെ വിളിച്ചാലോ. അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങൾ ഇങ്ങനെ പുറത്തേക്കുള്ള ആളുകളെ വിളിച്ചാലോ എന്ന് ചിന്തിച്ചപ്പോ സ്വന്തത്തിൽ തന്നെ വീണ്ടും മറുപടി പറഞ്ഞു. എന്താ മറുപടി എന്നറിയോ? ഞാൻ എന്റെ റബ്ബിലേക്ക് തവക്കുലാക്കിയതാണല്ലോ, ഞാൻ ഒരാളെയും വിളിച്ച് ചോദിക്കാനില്ല, ഒരാളോടും രക്ഷപ്പെടുത്താൻ പറയുന്നില്ല. കാരണം ഞാൻ എന്റെ റബ്ബിലേക്ക് തവക്കുലാക്കിയതാണ്, അവൻ എന്നെ കൈയൊഴിക്കൂല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അല്ലാഹുവിലേക്ക് ഭാരമേൽപ്പിച്ചാൽ അവൻ അല്ലാഹു മതിയായവനാണ്. എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കില്ലെന്ന ഉറച്ച വിശ്വാസം എന്റെ അടുക്കലുണ്ട്. അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങൾ അവരെന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അവരെ വിളിക്കില്ലെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അവർ ഓർഡർ ചെയ്യുന്നത്, കിണർ മൂടാൻ ആവശ്യമായ മുഴുവൻ വസ്തുക്കളെയും കിണറിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് എല്ലാവരും ഒരുക്കിക്കോ. ആളുകൾ വീഴാൻ കാരണമാകുന്ന ഈ കിണർ മൂടിക്കളയണം. അപ്പോഴും മഹാനവറുകൾ വിളിക്കാൻ തുനിഞ്ഞില്ല. ഞാൻ എന്റെ റബ്ബിനെ ഭാരമേൽപ്പിച്ചതാണല്ലോ, എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ്, ഞാൻ അവിടെ ഒന്നും ശബ്ദിക്കാനില്ലാതെ എന്റെ റബ്ബിലേക്ക് ഞാൻ കൈ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, എന്നെ നീ പുറത്തേക്ക് എത്തിക്കണേ അല്ലാഹ്, എന്നെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞാൻ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരതാ കിണറിന്റെ മേലെ നിന്ന് പല വസ്തുക്കളും താഴോട്ടേക്ക് എറിയാനൊരുങ്ങുകയാണ്, കിണർ മൂടാനൊരുങ്ങുകയാണ്. ഞാൻ ഒരൊറ്റ അസ്മിലാണ് എന്റെ റബ്ബിലേക്ക് തവക്കുലാക്കിയതാണ്, എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കൂല.
അപ്പോഴാണ് എന്നെ ഒരാൾ പെട്ടെന്നൊരു ജീവിയെ പോലുള്ളൊരു വസ്തു വന്നു കിണറിൽ നിന്നങ്ങ് പുറത്തേക്ക് എത്തിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ അനുഭവിക്കുകയാണ്. പിന്നെ എന്നെ കാണുന്നത് ഞാൻ കിണറിന്റെ പുറത്താണ്. ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ സഹായം എങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ലല്ലോ, നമുക്ക് സാധിക്കില്ലല്ലോ. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബില് ഭാരമേൽപ്പിച്ച് ജീവിക്കുന്ന ഈമാനുള്ള മുഅ്മിനാണോ, അവന്റെ സംരക്ഷണം റബ്ബ് ഏറ്റെടുത്തതാണ്. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് പറഞ്ഞത്, വമയ്യതവക്കൽ അലല്ലാഹ്. ഏതെങ്കിലും മുതലാളിയെ കണ്ട് തവക്കുലാക്കിയവനല്ല, ഏതെങ്കിലും ഉമറാക്കളെ കണ്ട് തവക്കുലാക്കിയവനല്ല, ഏതെങ്കിലും തൊഴിലാളികളെ കണ്ട് തവക്കുലാക്കിയവൻ അല്ല, ഏതെങ്കിലും അനുയായികളെ കണ്ട് തവക്കുലാക്കിയവൻ അല്ല, ഏതെങ്കിലും നേതാക്കളെ കണ്ട് തവക്കുലാക്കിയവൻ അല്ല, മക്കളെ കണ്ട് തവക്കുലാക്കിയവനല്ല, ബാപ്പനെ കണ്ട് തവക്കുലാക്കിയവനല്ല, ഉമ്മാനെ കണ്ട് തവക്കുലാക്കിയവനല്ല, ദുനിയാവിലുള്ള ഒരു കാരണങ്ങളെയും കണ്ട് തവക്കുലാക്കിയവനല്ല, തവക്കുലാരമല്ലാണ് ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ മേലാണ്. ആ റബ്ബിലേക്ക് ഒരു ഈമാനുള്ള മുഅ്മിന് തവക്കുലാക്കിയാൽ അവൻ അല്ലാഹ് മതിയായവനാണല്ലോ. അതുകൊണ്ട് തന്നെ അബൂ ഹംസത്തുൽ ഖുറാസാനി റഹിമഹുല്ലാഹ് തങ്ങൾ കിണറിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയായിരുന്നു അവിടുന്ന് പോലും കൃത്യമായി പറയാൻ കഴിയാത്ത വിധത്തിൽ അത്ഭുതകരമായി അല്ലാഹ് രക്ഷപ്പെടുത്തി പോയി. തവക്കുലിന്റെ പവറാണ്. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, അവനല്ലേ ഇവിടെ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഈ പറയാനുള്ളത്. ആ റബ്ബിനെ അറിയേണ്ടത് പോലൊരു മുഅ്മിനായ മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അല്ലാഹ് എന്നവരെ മുന്നിൽ പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, ആ റബ്ബിനെ അറിയേണ്ടത് പോലെ അറിഞ്ഞവനാണോ അവന്റെ ഹൃദയം പടച്ചുപോയി. അല്ലാഹുവിന്റെ ഖുർആൻ ചെറുപ്പക്കാരും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റിരുന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് വന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത് ഈമാനുള്ള ഉമ്മമാരെ, അല്ലാഹ് എന്ന ചിന്തയുള്ള മുസ്ലിമായി മാറണം. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള മുഅ്മിനാകണം. ഏത് രംഗങ്ങളിലും എന്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെടുമോ എന്ന ചിന്ത അവനെ അലട്ടിയിരിക്കണം. ഏത് ഉറക്കിലും ഏത് ഉണർവിലും അല്ലാഹ് എന്ന ചിന്ത വേണം. നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹ് എന്നവിടുത്തെ മുന്നിൽ പറയപ്പെട്ടാൽ ഹൃദയം പടച്ച് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. നമ്മളോ 5 നേരം പള്ളിയിൽ മൈക്ക് വെച്ചിട്ട് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ഉസ്താദ് നമ്മളെ വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ, മോനെ അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ, അവനിലേക്ക് നീ വരണമെന്ന് പറയുമ്പോ നമ്മളെ ഭൗതികതകൾ നമ്മളെ തടയാണ്. ദുന്യവിയായ ലോകത്തുള്ള പല സുഖങ്ങളും നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ആ സുഖങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കുകയാണ്. അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ അകന്നു പോവാണ്. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഴിയാത്രയിൽ വാഹനപ്പുറത്ത് നിന്ന് അല്ലാഹുവിനെ ഓർമ്മിച്ചതിന്റെ പേരിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് നിന്ന് താഴേക്ക് വീണിട്ടുണ്ട്. നമ്മളെ ഈമാൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ വിശ്വാസം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ ഈമാനിനെ സംരക്ഷിച്ചു തരട്ടെ. വയല് കേൾക്കുന്ന വിശ്വാസികളെ, ജനിക്കുന്ന സമയത്ത് മുസ്ലിമായി ജനിക്കാൻ സാധിച്ചില്ല. കാരണം ചൈനയിലാണ് ജനിച്ചത്. ഞാൻ കഴിഞ്ഞ ഏകദേശം 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ടാമത് ചൈനയിലേക്ക് ചെന്നപ്പോ അവിടെ ഒരു പള്ളിയിൽ ജുമഅക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയി. തുടക്ക സമയത്ത് ആദ്യമായിട്ട് അവൻ രണ്ടാമതോ ഇവിടെ ചൈനയിൽ പോയപ്പോൾ ഒരു ജുമഅക്ക് പങ്കെടുത്തതാണ്. പള്ളിയിൽ ചെന്ന് ജുമഅ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
കുറെ ആളുകൾ ഇങ്ങനെ എന്നെ ചുറ്റി. എന്തിന്റെ പേരിലാണ്? പള്ളിയിൽ വന്ന ഖത്തീബ് പോലും ഇങ്ങനെ ഒരു വെള്ള കന്തൂറിയും തലപ്പാവൊന്നും ധരിച്ചിട്ടല്ല വന്നത്. ഈ ഒരു വേഷത്തിൽ ഞാൻ മാത്രമേ എന്ന പള്ളിയിൽ ഇങ്ങനെ ഒരാളെ കാണാനുള്ളൂ. അപ്പൊ കുറെ ആളുകൾ വന്ന് എന്നെ വട്ടത്തിൽ ചുറ്റി. ഞാൻ ഭയങ്കര ബഹുമാനമുള്ള ആളായതുകൊണ്ടല്ല, എന്റെ വേഷം കണ്ടിട്ട് വന്നതാണ്. ആ വേഷം കണ്ടപ്പോൾ കുറച്ച് പ്രായം ചെന്ന ആളുകൾ എന്റെ അടുക്കലേക്ക് വന്നു. എനിക്ക് ചൈനീസ് ഭാഷ അറിയില്ല. അവരെന്റെ അടുക്കലേക്ക് വന്നിട്ട് ചിങ് ചാങ് ചൂങ് എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ അവരെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു കാസർഗോഡ് ജില്ലക്കാരനെ കിട്ടിയത്. അയാളോട് ഞാൻ ചോദിച്ചു, ഇവരെന്താ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളോട് അവരുടെ ആ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുകയാണ്. ജനിക്കുന്ന സമയത്ത് അവർ മുസ്ലിമീങ്ങളായിരുന്നില്ല, അവർ വിശ്വാസികളായിരുന്നില്ല. അവർക്ക് പ്രായമാകുന്നത് വരെ അവർ ഭൗതികതയുടെ ബിസിനസ്സുകളിലും ടെക്നോളജികളിലും കമ്പനിയുടെ പുരോഗതിയിലും മാത്രം ചിന്തിച്ച് ഏത് സമയവും കമ്പനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ വളർത്തിയെടുത്തു. അവരങ്ങനെ വളർന്നു, അവരങ്ങനെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തി. പ്രായമായപ്പോൾ കമ്പനികളും സൗകര്യങ്ങളൊക്കെ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. മക്കളെ കയ്യിലേക്ക് കമ്പനി കിട്ടിയപ്പോ എല്ലാ അധികാരങ്ങളും കയ്യിലേക്ക് വന്ന മക്കൾക്ക് മൂല്യവത്തായ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചും മറ്റും അറിയുന്ന ആത്മീയമായ ശിക്ഷണം കിട്ടിയില്ല. ഇതിന്റെ പേരിൽ അച്ഛനാരാണ്, ഉമ്മ ആരാണ്, അമ്മ ആരാണ്, അതിന്റെ വില എന്താണ്, അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഈ പ്രായം ചെന്ന ആളുകൾ പറയാണ്, അങ്ങനെയുണ്ടല്ലോ ചില ആളുകള് പ്രായപൂർത്തിയും പക്വതയും ബുദ്ധിയും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാപ്പനോട് ബഹുമാനില്ല, ഉമ്മനോട് ബഹുമാനില്ല. അവർ ഞാനല്ലേ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്, ഞാനല്ലേ ബാപ്പക്ക് ചെലവിന് കൊടുക്കുന്നത്, ഞാനല്ലേ ഉമ്മാക്ക് ചെലവിന് കൊടുക്കുന്നത്, ഞാനല്ലേ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഈ മനുഷ്യൻ ചിന്തിച്ചില്ല, ചെറുപ്പകാലത്ത് നിന്റെ ജീവിതത്തിൽ ആവശ്യമായ പാലും മുതൽ എല്ലാ വസ്തുക്കളും നിനക്ക് വേണ്ട എന്ന് പറയുന്ന സമയത്ത് പോലും നീ കഴിക്കാത്തതിന്റെ പേരില് എന്റെ മോനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് പട്ടിണി കിടന്ന ഉമ്മയില്ലേ, ആ ഉമ്മാനെ മറന്നുപോയ ചെറുപ്പക്കാരാ, ആ ബാപ്പനെ മറന്നുപോയ ചെറുപ്പക്കാരാ, നിന്റെ ശരീരത്തിൽ തടിച്ചു കൊയ്ത്തിരിക്കുന്ന ശരീരത്തിന്റെ ഏകദേശ ഭാഗങ്ങളും ആ ഉമ്മയും ബാപ്പയും നിന്റെ ശരീരത്തിൽ നിന്റെ ചെറുപ്പകാലത്ത് പിടിച്ചു പിടിപ്പിച്ചതാണ്, ഭക്ഷണം കഴിപ്പിച്ച് പിടിപ്പിച്ചതാണ്. ആ ഒരു ശരീരത്തെയാണ് നീ ഇപ്പോഴും ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നിനക്ക് അരിച്ചു മാറ്റിയെടുക്കാൻ കഴിയില്ല, ആ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയെടുക്കാൻ കഴിയില്ല. ആ ശരീരത്തിന് പ്രായം ഇങ്ങനെ അധികരിച്ചു വരുന്നു എന്നല്ലാതെ നീ കൊടുക്കുന്ന ഭക്ഷണത്തിനും ശരീരത്തിനും നീ കൊടുക്കുന്നതിനനുസരിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് അതേ കപ്പാസിറ്റി കുറയുന്നു എന്നല്ലാതെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള കാലത്ത് നിനക്ക് ഭക്ഷണം തന്നിരുന്ന ഉമ്മാനെ മറക്കുന്ന മക്കളാകരുത്, ബാപ്പനെ മറക്കുന്ന മക്കളാകരുത്. നമ്മുടെ തീരുമാനങ്ങൾ ബാപ്പ പറയുന്നതാകണം, ഉമ്മ പറയുന്നതാകണം. ഉമ്മ നിന്നോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറഞ്ഞാൽ, ബാപ്പ നിന്നോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറഞ്ഞാൽ എത്ര വലിയ പ്രയാസാണെങ്കിലും മറന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു ഉമ്മ ബാപ്പമാരുടെ പൊരുത്തം ലഭിക്കുന്ന നമ്മളെ നല്ല മക്കളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ, ആ ഉമ്മനോടും ബാപ്പനോടും വലിയ കടപ്പാടുണ്ട്. ഈ മൂല്യവത്തായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവർക്ക് കിട്ടാൻ അവർക്ക് മതത്തിന്റെ ചിന്തയില്ല, ആലോചനയില്ല. പ്രായം ചെന്ന ഉമ്മയും ബാപ്പയും ആ കമ്പനികളും കാര്യങ്ങളൊക്കെ അവരേൽപ്പിച്ചു കൊടുത്തു. കാരണം പഴയതുപോലെ സാധിക്കുന്നില്ല. കമ്പനികളും സമ്പത്തുകളും കയ്യിലേക്ക് എത്തിയ മക്കള് സ്വന്തം അച്ഛനെ തിരിഞ്ഞു നോക്കിയില്ല, ഉമ്മാനെ തിരിഞ്ഞു നോക്കിയില്ല, അമ്മനെ തിരിഞ്ഞു നോക്കിയില്ല. മനസ്സ് വേദനിച്ചു, പ്രയാസപ്പെട്ടു. അവർ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു, ഞങ്ങൾക്ക് തുണയാകാൻ ആരുണ്ട്, ഞങ്ങളെ സങ്കടം പറയാൻ ആരുണ്ട്, ആരെയും കിട്ടിയില്ല. അപ്പോഴാണ് പ്രബോധനത്തിന്റെ വിളക്ക്, അല്ലാഹുവല്ലേ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്നവൻ, ആ ഹിദായത്തിന്റെ വെളിച്ചവുമായി ആരോ അവരെ മുന്നിലെത്തിയത്. അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നത്, വിഷമം അനുഭവിക്കുന്ന പ്രയാസപ്പെട്ട ഹൃദയങ്ങളെ ആ റബ്ബിന്റെ മുന്നിൽ തവക്കുലാക്കി കൊടുത്താൽ, ആ റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞാൽ ഹൃദയത്തിന് സമാധാനം കിട്ടുമെന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം വേണോ? ആ ഹൃദയത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ഹൃദയമാകണം. ഹൃദയങ്ങൾക്ക് സന്തോഷം വേണോ? കോടാനു കോടികൾ നമ്മുടെ വീട്ടിന്റെ അലമാരയിലോ ബാങ്കിന്റെ ലോക്കറുകളിലോ കെട്ടിക്കിടക്കുന്ന സമ്പത്തുണ്ടായതുകൊണ്ട് മനസ്സിന് സമാധാനം കിട്ടൂല. നിങ്ങൾ കാണുന്നില്ലേ, നമ്മളെ മദ്രസയിലെ ഉസ്താദുമാർ 20,000 30,000 നമ്മൾ കൊടുക്കുന്ന ചെറിയ തുച്ഛമായ സാലറി വാങ്ങിയിട്ട് അവരുടെ വീടുകളിൽ അവർ സന്തുഷ്ടമായി ജീവിക്കുന്നുണ്ട്. ഞാൻ വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് ചെന്നപ്പോ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ചെറിയ വീടാണ്, ആ വീട്ടിൽ
ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ടേബിൾ നിറയെ സദ്യകൾ ഒരുക്കി വെച്ചിരിക്കുന്നു, ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നു. ഞാൻ ആ ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അയാൾ ഒരു നാടിന്റെ പേര് പറഞ്ഞു. ഞാൻ അയാളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, സംഗതി പറയാൽ വളരെ തുച്ഛമായ സാലറിയാണ്, ആര് കേട്ടാലും തോന്നും. ഞാൻ അയാളോട് സാലറി ചോദിച്ചിട്ടില്ല. ഞാൻ ആരോടെങ്കിലും സാലറി ചോദിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാകരുത്. ഞാൻ അയാളോട് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഏത് നാട്ടിലാണ്, പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചതാണ്. അദ്ദേഹം പറയാണ്, അതെ, എനിക്ക് ജീവിതത്തിൽ അള്ളാഹു വലിയ ബർക്കത്ത് എന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അള്ളാഹു ആണ് നമുക്ക് അതേ പ്രതാപവും മനസ്സിന് സമാധാനവും തരേണ്ടത്. കോടാനുകോടികൾ ബാങ്കിൽ കിടന്നതുകൊണ്ട് മനസ്സമാധാനം കിട്ടൂല. മനസ്സമാധാനം തരേണ്ടവൻ അള്ളാഹു ആണ്. ആ ഹൃദയത്തിന്റെ സമാധാനം വേണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അലാ, നിങ്ങൾ അറിയണം, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം. വിശ്വാസികളെ, ഈമാനികമായി ബാപ്പന്റെയും ഉമ്മന്റെയും മകനായി ജനിക്കാത്ത പ്രായം ചെന്ന ഈ ഉപ്പ എന്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കണം എന്ന് പറയുന്ന ഏതോ ഒരു ദഅവത്തിന്റെ വിളി കേട്ട ആ ഉപ്പമാർ അവർ ഈമാനിന്റെ വഴിയിലേക്ക് വന്നു, അവർ ഇസ്ലാമിന്റെ വഴിയിലേക്ക് വന്നു. അവർ ചിരിക്കുകയാണ്. ആ ഈമാനികമായ വെളിച്ചം കിട്ടിയപ്പോൾ അവരുടെ മുഖത്തുള്ള പ്രഭ എന്താണ്, അവരുടെ സന്തോഷം എന്താണ്? അവർക്ക് അല്ലാഹുവിൽ തവക്കുലാക്കിയപ്പോൾ കിട്ടിയ സന്തോഷം മകന്റെ അലമാരയിൽ ഉണ്ടായ പണം കണ്ടിട്ടല്ല, മകന്റെ കമ്പനിയുടെ പുരോഗതി കണ്ടിട്ടല്ല, അല്ലെങ്കിലോ മകൻ എന്തെങ്കിലും ചെയ്തു വെക്കുന്ന ചെയ്തികൾ കണ്ടിട്ടല്ല. മറിച്ചോ, എന്റെ സിട്ടാവായ റബ്ബ് ആര് കൈയൊഴിച്ചാലും എന്നെ കൈയൊഴിക്കൂല എന്ന ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ച ആ വിശ്വാസം ആ പ്രായം ചെന്ന ഉപ്പാപ്പമാരുടെ കണ്ണിൽ വെള്ളം നിറച്ച് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ആശയം പറഞ്ഞവരെന്റെ കൈ പിടിച്ചപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഞാനൊരു മുസ്ലിയാരെ മകനാണ്, ഞാനൊരു മൂമിനായി ജനിച്ചവനാണ്. ജനിക്കുന്ന സമയം മുതലേ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് അല്ലാഹു എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹ് അത് നീ നിലനിർത്തി തരണേ അല്ലാഹ്. എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, നമ്മളെല്ലാവരും ജന്മം കൊണ്ട് തന്നെ മൂമിനീങ്ങളായി ജനിച്ചവരാണ്. ഞാൻ എന്നോട് നിങ്ങളോട് ചോദിക്കട്ടെ, ആ റബ്ബിനെ ഒന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹിച്ച് എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഇന്ന് വരെ എനിക്ക് ആവശ്യമുള്ളതൊന്നും ഞാൻ ചോദിച്ചിട്ടല്ല എന്റെ റബ്ബ് എനിക്ക് തന്നത്. ഞാൻ എന്റെ ഉമ്മനോട് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ ചിലപ്പോൾ ഒന്നല്ല രണ്ടല്ല 3 തവണ ചോദിക്കേണ്ടി വരും. എന്നെ പുന്ത് വളർത്തിയ എന്റെ ഉമ്മാക്ക് ചിലപ്പോൾ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ 2, 3, 4, 10 തവണ ആവർത്തിക്കേണ്ടി വരും. എന്റെ ബാപ്പക്ക് ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ എന്റെ അശക്ത കൊണ്ടോ അല്ലെങ്കിൽ അറിവുകേട് കൊണ്ടോ ചിലപ്പോ പലതവണ ചോദിക്കേണ്ടി വരും. എന്റെ ശരീരത്തിൽ എനിക്ക് ആവശ്യമുള്ള സർവ്വ നിയമത്തുകളും ഓരോ സെക്കൻഡിലും സൃഷ്ടിച്ചു തരുന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബ് എന്നെ ഇന്നും ഒരു തകരാറില്ലാത്ത നിലക്ക് ഞാൻ ഇവിടെ നിങ്ങളെ നാട്ടിൽ വയലേറ്റെടുത്തിട്ട് വരണം ആഗ്രഹിച്ചപ്പോ ഇവിടെ എന്റെ ശരീരത്തിന് ഒരു പോറലേൽക്കാതെ എന്റെ റബ്ബ് ഇവിടെ എത്തിച്ചു. ഞാൻ ഇവിടെ വരുന്ന വഴിയിൽ റോഡരികിൽ നോക്കുമ്പോൾ 10-16 കാറുകൾ ഒരു ലോറി അടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്റെ വണ്ടിക്ക് എന്റെ റബ്ബ് ഒരു തകരാറും തന്നില്ല, എന്റെ ശരീരത്തിന് ഒരു പോറലും ഏൽപ്പിച്ചില്ല. ഞാൻ എന്റെ കൂടെയുള്ള കുട്ടികളോട് കൂട്ടുകാരോട് ചോദിച്ചു എന്താണത്. അവർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ നടന്നൊരു അപകടമാണ്, ആ അപകടത്തിൽ 1-2 ആളുകൾ മരണപ്പെട്ടുപോയി. കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, ഇന്നും ഞാൻ യാത്ര ചെയ്തിട്ട് എന്റെ റബ്ബ് എനിക്ക് സംരക്ഷണം തന്നു. ആ റബ്ബിനെ സംരക്ഷിക്കുന്ന ഓരോ സെക്കൻഡിലും എനിക്ക് ആവശ്യമുള്ളത് പടച്ചു തരുന്ന ആ റബ്ബിനെ എത്രത്തോളം ഞാൻ ഇന്ന് സ്മരിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്മരിച്ചിട്ടുണ്ട്. ജനിക്കുമ്പോൾ മുസ്ലിം അല്ലാതെ ജനിച്ച ഈ പ്രായം എന്ന ഉപ്പമാർ ചൈനയിൽ വളരെ ചുരുങ്ങിയ പള്ളികളാണുള്ളൂ, പക്ഷെ അവർ ആ പള്ളികളിൽ എത്തിച്ചേർന്നു. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ മുൻപന്തിയിലാണ്, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിൽ മുൻപന്തിയിലാണ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അവർ അചഞ്ചലമാണ്. നമ്മൾ ഭൗതികതയുടെ സുഖങ്ങളിലും സൗകര്യങ്ങളിലും സന്തോഷങ്ങളിലും ഏർപ്പെട്ടപ്പോ വിശ്വാസികളെ എവിടെയൊക്കെ നമ്മൾ ഇസ്ലാമിനെ വിറ്റുപോയിട്ടുണ്ട്, നമ്മളെ ഈമാനുകൾക്ക് തകരാറ് വന്നു പോയിട്ടുണ്ട്, നമ്മളെ ചിന്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. കേൾക്കുന്ന വിശ്വാസികളെ, നമ്മൾ മടങ്ങണം, നമ്മൾ തിരിയണം. എവിടേക്ക് മടങ്ങണം? അല്ലാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങണം. ജനിക്കുമ്പോൾ മുസ്ലിം പേരായതുകൊണ്ട് ഞാൻ രക്ഷപ്പെടൂല, മുസ്ലിമായ ബാപ്പക്കും ഉമ്മക്കും ജനിച്ചതുകൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തൂല. മറിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ കലിമത്തു തൗഹീദിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് ഈമാൻ സലാമത്തായി മരിക്കുന്നവനായി ഞാൻ മാറണം, നിങ്ങൾ മാറണം. അപ്പോഴേ ഞാനും നിങ്ങളും വിജയിച്ചവനാവുകയുള്ളൂ. ഇന്നലിൽ മുത്തഖീന മഫാസ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ഈമാനുള്ള ഉമ്മമാർ അവർക്ക് വിജയത്തിന്റെ സങ്കേതമാകുന്ന ഒരു സ്വർഗം അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹ് അത്തരം സ്വർഗത്തിന്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാരെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ബാപ്പമാരെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ വേദിന്റെ സദസ്സുകളിൽ ഒത്തുചേർന്ന ഉമ്മമാർ, ഞങ്ങളെ വേദിന്റെ സദസ്സിൽ സ്നേഹത്തോടെ വരുന്ന ഉപ്പമാർ, ചെറുപ്പക്കാരായ കൂട്ടുകാർ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാര്, ഭാര്യ മക്കൾ, കുടുംബങ്ങൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഈമാനിനെ നീ ഏറ്റിത്തരണേ അല്ലാഹ്. തഖ്വനെ നീ ഏറ്റിത്തരണേ അല്ലാഹ്. ഇഖ്ലാസിനെ നീ ഏറ്റിത്തരണേ അല്ലാഹ്. വറയിനെ നീ ഏറ്റിത്തരണേ അല്ലാഹ്. നിന്നെ ഭയന്ന് ജീവിക്കുന്ന, നിന്റെ ദിക്റിലായി ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. കിബറന്മാരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് അല്ലാഹ്. റിയാ തന്ന് നീ ഞങ്ങളെ നശിപ്പിക്കരുത് അല്ലാഹ്. അസൂയക്കാരാക്കരുത് അല്ലാഹ്. മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലുന്ന ഒരു കൂട്ടം ആളുകളായി, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബറക്കത്ത് ഊരിപ്പോകുന്ന തമ്മിലടിക്കുന്നവരായി ഞങ്ങളെയോ ഞങ്ങളെ സമുദായത്തിലുള്ള മുഅ്മിനീങ്ങളെയോ നീ അകറ്റിക്കളയരുത് അല്ലാഹ്. ദീനിന്റെ വിഷയത്തിൽ ഐക്യത്തോടെ ഒരുമിച്ച് കൂടാൻ, ദീനിന്റെ വിഷയത്തിൽ എന്നും ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാര് കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഞങ്ങൾക്ക് നീ അടിയുറച്ചു നിൽക്കാനുള്ള വഴിയൊരുക്കണേ അല്ലാഹ്. അതിന് കാരണമാകുന്ന സദസ്സുകളായി ഞങ്ങളെ ഈ സദസ്സുകളെയും ഞങ്ങളെ സർവ്വ സദസ്സുകളെയും നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ഞങ്ങളെ കമ്പനികളുടെ പ്രോഫിറ്റ് കാണുമ്പോഴല്ല, ഓഡിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കണ്ടിട്ട് ബാങ്കിൽ നോക്കി ചിരിക്കുമ്പോഴല്ല, ഏറ്റവും വലിയ സന്തോഷം മരിക്കുന്ന സമയത്ത് ഒരു ഓഡിറ്റിംഗ് നടക്കാനുണ്ട്. മഹാനായ റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് ഒരു പറ്റം ആളുകൾ പറഞ്ഞു, ഔസിനി, ഞങ്ങൾക്ക് ഉപദേശം തരുവോ, വഅദ് പറഞ്ഞു തരുവോ? അപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത്, മോനെ, ഞാൻ നിന്നെ ഉപദേശിക്കാനില്ല. എന്താ കാരണം എന്നറിയോ? മരണപ്പെടാനിരിക്കുന്ന സമയത്ത് മലക്കുകൾ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ റൂഹ് പിടിക്കാൻ പോകുന്ന മനുഷ്യൻ ശഖിയാണോ സഈദാണോ? വിജയം കൈവരിച്ചവനാണോ അല്ല പരാജയം സമ്പാദിച്ചവനാണോ? എനിക്കറിയില്ല. ഞാൻ പരാജയപ്പെട്ടവന്റെ കൂട്ടത്തിലാണോ അല്ല വിജയം കൈവരിച്ചവന്റെ കൂട്ടത്തിലാണോ? ഇതറിയാത്ത കാലത്തോളം ഞാൻ നിങ്ങളെ ഉപദേശിക്കാനില്ലെന്ന് പറഞ്ഞു മഹാനായ റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. വേദകൾക്കുന്ന വിശ്വാസികളെ, അവരൊക്കെ അല്ലാഹുവിനെ ഭയന്നിട്ടാ ജീവിച്ചത്. നിങ്ങൾ കണ്ടില്ലേ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ലോകം കണ്ട വലിയ ഇമാമുകളുടെ നേതാവാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാണ്. ലോകത്തെ കർമ്മശാസ്ത്ര രംഗത്ത് നമ്മളടക്കം പിന്തുടരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അനുയായികളായി സമ്പാദിച്ചു വെച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഞാൻ തികഞ്ഞവനാണെന്ന് ചിന്തിച്ചിട്ടില്ല. മഹദിയായ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ കുറിച്ച് കേട്ടപ്പോൾ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നഫീസ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ചാരത്ത് ചെന്ന് മറയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നഫീസ ഉമ്മാ, ഷാഫിക്ക് വേണ്ടി ഇമാമുൽ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിക്ക് വേണ്ടി ദുആ ചെയ്യണം. മഹാന്മാരവരെ സ്നേഹിച്ചു, മഹാന്മാരവരെ ആദരിച്ചു, അവരെ പൊരുത്തം പ്രതീക്ഷിച്ചു, അവരെ പ്രാർത്ഥന പ്രതീക്ഷിച്ചു, അവരുടെ തിരുനോട്ടം കൊണ്ട് രക്ഷപ്പെടണമെന്ന് അവർ ആഗ്രഹിച്ചു. അല്ലാഹ് അത്തരം മഹാന്മാരെ ഇഷ്ടപ്പെടുന്ന, സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്ന നല്ല മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതിനുള്ള വഴിയായി ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും നീ കബൂലാക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, പല രോഗങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രായം ചെന്ന ഉപ്പാപ്പ ഈ വലങ്കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ, എന്റെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം. എന്റെ 3 മക്കളും ഡയാലിസിസ് ചെയ്യാണ്, ദ്വായിൽ മറന്നു പോകരുത് എന്ന് പറഞ്ഞു. എനിക്കിന്ന് പറഞ്ഞ സ്ഥലം ഓർമ്മയില്ല, ആളെ എനിക്ക് ഓർമ്മയില്ല. ഞാനല്ലല്ലോ അവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നത്. അവരെന്നോട് ദ്വാ കൊണ്ട് പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള മുഅ്മിനീകൾ ആമീൻ കിട്ടാനാണ്. പടച്ച റബ്ബേ, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അത്തരം രോഗങ്ങളൊന്നും ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ തന്ന് നീ പരീക്ഷിക്കരുത് അല്ലാഹ്. ക്യാൻസർ രോഗം ബാധിച്ച ചെറിയ കുട്ടിയുടെ തലയിലെ മുടി കളഞ്ഞ് അവസാനം പെൺകുട്ടിയായ ആ കുട്ടി വെറും 6 വയസ്സ് 7 വയസ്സുള്ള ചെറിയ പിഞ്ചു പൈതല്, ആ പിഞ്ചു പൈതല് പെടയുന്നത് കണ്ടപ്പോ ഒരു ബാപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ വാക്കറിയോ നിങ്ങൾക്ക്? എന്റെ മോള് പെടക്കുന്നത് കാണുമ്പോ, മോനെ, ഞാൻ ഇങ്ങനെ അറിയാതെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പോയി, എന്റെ മോൾക്ക് മരിക്കലാണോ ഖൈറ് അല്ലാഹ്, കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ബാപ്പനെ നിനക്കറിയാം. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അത്തരം രോഗങ്ങളൊന്നും ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർ, ഭാര്യമാര്, ഞങ്ങളെ വേദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ ഞങ്ങൾക്ക് ആർക്കും തന്ന് നീ പരീക്ഷിക്കരുത് അല്ലാഹ്.
ആരെങ്കിലും അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്കൊക്കെ ദർസ് നടത്തി കൊടുത്തിരുന്ന കേരളത്തിൽ അറിയപ്പെട്ട ഒരു ആലിം ചെറിയ രോഗം ബാധിച്ച് ദർസ് നടത്താൻ കഴിയാതെ വീട്ടിലാണ് എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് ആ ഉസ്താദിന്റെ മകൻ കണ്ണിൽ വെള്ളം നിറച്ചു ദുആ കൊണ്ട് പറഞ്ഞു, നീ സലാമത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ആർക്കും മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് അല്ലാ. ജീവിതകാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും വറയിലും പൊരുത്തത്തിലുമായുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ ഓശാരം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഏറ്റവും വലിയ വിജയം ഞങ്ങളെ ഹൃദയം നന്നായി കിട്ടുമ്പോഴാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ഖുലൂബനാ കമാ അസ്ലഹത ബിഇബാദിക സ്വാലിഹീൻ. നീ മഹാന്മാരെ ഹൃദയം നന്നാക്കിയതുപോലെ അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയത്തെ നീ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. കേൾക്കാൻ വന്ന വിശ്വാസികളെ, വയല് പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് നന്നാകണം എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. വയല് പറഞ്ഞിട്ട് ഞാനൊന്ന് നന്നാകാനാണ്. അത് നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ ദുആകളിൽ ഈ മുത്തഅല്ലിമിനെ ഉൾപ്പെടുത്തണം. വയലിന്റെ സദസ്സിൽ വന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ സദസ്സിലും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും ആഖിറം വിജയിക്കുന്ന നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ മഹലായ ഫദ്ല് കൊണ്ട് നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. വിശ്വാസികളെ, നിങ്ങളോടൊക്കെ അവസാനമായി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നമ്മളൊക്കെ വളരെ പ്രതീക്ഷ നിറഞ്ഞ ലോകത്താണ്. ഭൂമി ലോകത്തെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും നമ്മളെ മനസ്സുകളിലും ഹൃദയങ്ങളിലും താലോലിച്ച് ജീവിക്കുന്നവരാ നമ്മള്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മളെ മക്കൾക്ക് നല്ല സൗകര്യമുള്ള ജീവിതം വേണം. അവർക്ക് ഞാൻ മരിക്കുന്ന സമയത്ത് നല്ല അനന്തരം ഉണ്ടാകണം. അവർക്ക് മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ബാപ്പ വേണ്ടതുപോലെ ഉണ്ടാക്കി എന്നെ പറ്റി നല്ല ധാരണ ഉണ്ടാകണം. നമ്മൾ ആ ബേജാറിൽ ഒരിക്കലും നമ്മളെ മക്കൾ നമ്മളെ ഓർമ്മിക്കാത്ത, നമ്മളെ ഉമ്മമാര് നമ്മളെ ഓർമ്മിക്കാത്ത, നമ്മളെ ബാപ്പമാര് നമ്മളെ ഓർമ്മിക്കാത്ത, ഒരാളും നമ്മളെ കുറിച്ച് ഓർമ്മിക്കാത്തൊരു ലോകമുണ്ട്. ആ ലോകാണ് ഈമാനുള്ള വിശ്വാസികളെ പാരത്രിക ലോകം എന്ന് പറയുന്നത്. ഒരു ബാപ്പയും മരിച്ചുപോയതിന്റെ പേരിൽ ബാപ്പ ഉണ്ടാക്കി വെച്ച കൊട്ടാരത്തിൽ ബാപ്പ ഇല്ലാത്തത് കൊണ്ട് ഒരു കല്യാണം നടക്കാതെ പോയിട്ടില്ല, ഒരു ബർത്ത്ഡേ നടക്കാതെ പോയിട്ടില്ല, ഒരു സന്തോഷ നിമിഷവും ഇല്ലാതെ പോയിട്ടില്ല. ബാപ്പയില്ലെങ്കിലും വീടുകളിൽ നടക്കേണ്ടതെല്ലാം നടക്കും. പ്രിയപ്പെട്ട മകനായി ചുംബിച്ച് വളർത്തിയ പിഞ്ചു പൈതല്, ആ മകന്റെ കല്യാണം പ്രതീക്ഷിച്ച ബാപ്പ, ആ മകൻ മരിച്ചുപോയാൽ അഞ്ചന്മാർക്കൊന്നും ഇനി കല്യാണമില്ല എന്ന് തീരുമാനം എടുക്കൂല. അവരെ കല്യാണത്തിന് ബാപ്പ സന്തോഷത്തോടെ ഇരിക്കും. ആ മകനെ ബാപ്പ അങ്ങ് മറന്നേക്കും. ഉമ്മാന്റെ ഹൃദയത്തിൽ ഒരു മറവി അല്ലാഹു ഇട്ടുകൊടുത്തേക്കും. ഇത് എന്റെ ജീവിതാണ്, നമ്മളെ ജീവിതാണ്, നിങ്ങളെ ജീവിതാണ്. നമ്മളാരും ഇല്ലെങ്കിലും ലോകത്തെ ആളുകൾക്ക് സന്തോഷിക്കാൻ അവസരങ്ങളുണ്ട്, സന്തോഷിക്കാനുള്ള വകുപ്പുകളുണ്ട്. അത് വേണ്ടാന്ന് നമ്മൾ പറയൂല. ഞാൻ ഖബറിലായതുകൊണ്ട് എന്റെ മകൻ കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറയൂല. ഞാൻ ഖബറിലായതുകൊണ്ട് എന്റെ മകന്റെ മകൻ കല്യാണം കഴിക്കണ്ടെന്ന് പറയുന്ന ഒരു ഉപ്പാപ്പ ഉണ്ടാകൂല. അവൻ സന്തോഷിക്കണ്ടെന്ന് പറയുന്ന ഒരു ഉപ്പാപ്പ ഉണ്ടാകൂല. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ഖബറിൽ ചെല്ലുമ്പോ നമ്മളെ ഓർമ്മിക്കാനില്ലാത്ത നിലക്ക് ഒരു സന്തോഷ നിമിഷങ്ങളിൽ ഏർപ്പെടുന്ന സമയം, നമുക്ക് ഖബറിന്റെ ഉള്ളിൽ സമാധാനം വേണമെങ്കിൽ, ഖബറിന്റെ ഉള്ളിൽ സന്തോഷം വേണമെങ്കിൽ, ഖബറിന്റെ ഉള്ളിൽ സ്വർഗം കണ്ട് കിടക്കാനുള്ള വഴികൾ ഉണ്ടാകണമെങ്കിൽ അത് ജിബ്രീൽ വന്ന് ചെയ്തു തരൂല, മീകായിൽ വന്ന് ചെയ്തു തരൂല, ഇസ്രാഫീൽ അലൈഹിസ്സലാം വന്ന് ചെയ്തു തരൂല, ഒരു മലക്കുകളും വന്ന് ചെയ്തു തരൂല. എന്റെ ആഖിറത്തിൽ ഞാൻ തന്നെ സമ്പാദിക്കണം, എന്റെ ഖബറിന് വേണ്ടി ഞാൻ തന്നെ സമ്പാദിക്കണം. ഞാനിവിടെ വന്നപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരനായി പ്രായം കുറെ ഉണ്ടെങ്കിലും ഞങ്ങളൊരു കൂട്ടുകാരെ പോലെയാണ് പെരുമാറാറുള്ളത്. PMA റഹീം ഹാജിയോട് പറഞ്ഞു, എനിക്ക് രാവിലെ വിദേശത്തേക്ക് പോകാനുണ്ട്, രാത്രിയിൽ ഞാൻ അവിടെ വൈകിട്ടെത്തിയാലും ബുദ്ധിമുട്ടാകരുതെന്ന് ചിന്തിച്ച് ഞാൻ എയർപോർട്ടിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ചെക്ക് ഇൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്തിട്ടാണ് ഞാൻ ഒരുങ്ങി നിൽക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല നാളെ നേരം വെളുക്കുമ്പോൾ എയർപോർട്ടിൽ പോയിട്ട് ഭൂമിയിൽ തന്നെ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പല മരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മരണങ്ങൾ മരിച്ച ഉടനെ നാട്ടുകാരും കുടുംബങ്ങളും തീരുമാനമെടുത്തത് ഒരു സെക്കൻഡ് പോലും മയ്യത്ത് വെക്കരുത്, ഖബറിൽ വെക്കണം എന്നാണ്. ഒരു സെക്കൻഡ് വയ്ക്കാൻ പറ്റൂല എന്നാണ്. ആരും കണ്ടില്ലെങ്കിൽ ഖബറിലേക്ക് കൊണ്ടുപോകണം എന്നാണ്. മരിച്ചു കിടക്കുന്ന മയ്യത്തിന് തീരുമാനമെടുക്കാൻ നിർവാഹമില്ലാത്ത സമയം, കൊതുകിനെ പോലും നിയന്ത്രിക്കാനും തള്ളി മാറ്റാനും കഴിയാത്ത സമയം, ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും നമ്മളെ വാക്കുകൾക്കോ ഇഷ്ടങ്ങൾക്കോ വില കൽപ്പിക്കാത്ത ലോകം. അത് കുറെ അപ്പുറത്താണ് എന്ന് ഞാൻ വിചാരിക്കും.
വിചാരിക്കുകയാണ് എന്റെ ഉപ്പാപ്പുണ്ട്, എന്റെ വാപ്പുണ്ട്, എന്റെ ഉമ്മണ്ട്, അവരൊന്നുള്ള കാലത്ത് ഞാൻ പോകൂല എന്ന് എനിക്ക് തോന്നുകയാണ്. അറിയില്ല മുസ്ലിമേ, എന്റെ കൂടെ പഠിച്ചിരുന്ന പലരും ഇന്ന് ഖബറിലുണ്ട്, എനിക്ക് ക്ലാസ് എടുത്തിരുന്ന പലരും ഇന്ന് ഖബറിലുണ്ട്, എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഖബറിലുണ്ട്, ഞങ്ങളെ കൂടെ ജീവിച്ചിരുന്ന പലരും ഇന്ന് ഖബറിലുണ്ട്. അവരാരും നമ്മളോട് ചോദിച്ചിട്ടല്ല പോയത്, നമ്മളോട് പറഞ്ഞിട്ടല്ല പോയത്, നമ്മളോട് സമ്മതം പറഞ്ഞിട്ടല്ല പോയത്, മെസ്സേജ് അയച്ചിട്ടല്ല പോയത്. പലരും പല രൂപത്തിലാണ് യാത്ര തിരിച്ചത്. ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മോമിനായി ഒരു മനുഷ്യൻ മാറിയാൽ അവൻ വിജയിച്ചു പോയി. അത്തരം വിജയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ വിജാതീയ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത്. എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു വെച്ച മനുഷ്യനാണെങ്കിൽ മരണത്തിന് വേണ്ടി ചെക്ക് ഇൻ ചെയ്തു വെച്ച് ജീവിക്കുന്നവനാകണമെന്നാണ് മുതല്ലിമായ എന്നോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. എയർപോർട്ടിൽ നാളെ നേരം വെളുത്തി ഏത് എയർപോർട്ടിലാണോ ഞാൻ യാത്ര തിരിക്കുന്നത്, ആ എയർപോർട്ടിൽ എത്തുന്നത് വരെ ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഞാൻ എയർപോർട്ടിൽ എത്തുന്നതിന്റെ മുമ്പ് അല്പം ലേറ്റ് ആയാലും ബുദ്ധിമുട്ടില്ലാത്ത യാത്ര കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് ഞാൻ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കേൾക്കുന്ന വിശ്വാസികളെ, നാളെ നേരം വെളുക്കുന്നത് വരെ പോയി ഈ പ്രസംഗം തീരുന്നത് വരെ ഈ സ്റ്റേജിൽ മൈക്കിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത ഞാൻ എന്റെ ജീവിതത്തിൽ സ്വർഗത്തിന് വേണ്ടി ചെക്ക് ഇൻ ചെയ്യുന്നവനാകണം, ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി ചെക്ക് ഇൻ ചെയ്യുന്നവനാകണം. നോട്ടീസുകളാകുന്ന നോട്ടീസുകളിൽ പേര് വെച്ച് ബാക്കി വെച്ച് മരിച്ചുപോയ എത്ര മഹാന്മാരുണ്ട്. മഹാനായ ചെറിയ പി ഉസ്താദ്, അല്ലാഹുവേ ദർജന നീ ഉയർത്തണേ അല്ലാഹ്. സുൽത്താനുൽ അൽമ ഉസ്താദ് അവർക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായ സമയം ഞാനിങ്ങനെ ഓർക്കാണ്. ചെറിയ പി ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് ഉസ്താദിനെ കാണാൻ വന്നപ്പോ ഐസിയുന്റെ പുറത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഉസ്താദിന്റെ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ കൈപിടിച്ചപ്പോ എന്നോട് പറഞ്ഞത്, മോനെ എന്റെ ഉസ്താദിന് സുഖമില്ല, ഉസ്താദിന് സുഖമില്ല എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചെറിയ പി ഉസ്താദ് ഇന്ന് ഖബറിലാണ്. അല്ലാഹു സുൽത്താനുൽ അൽമക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആ ചെറിയ പി ഉസ്താദിന് മരണം സംഭവിച്ച് അല്പം കഴിഞ്ഞപ്പോ, 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു നാട്ടുകാരി പാവപ്പെട്ട മുതല്ലിമിനെ വിളിച്ചു. എന്തിനാണ് എന്നറിയോ? തിരക്കൊന്നുമില്ലാത്തൊരു മൊയിലാരാകുമ്പോ വിളിച്ചാ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു. അല്ലാതെ ചെറിയ പി ഉസ്താദിന് പകരം പ്രസംഗിക്കാനുള്ള കഴിവുണ്ടായത് കൊണ്ടല്ല, പെട്ടെന്ന് വിളിച്ചാൽ വലിയ വലിയ ഉസ്താദുമാരെ കിട്ടൂല. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ചെറിയ പി ഉസ്താദ് വാല് പറഞ്ഞു തരേണ്ട ദിവസമായിരുന്നു, നിങ്ങളൊന്നും എന്റെ നാട്ടിലെ വാലിന് വരുമോ എന്നൊരാൾ വിളിച്ച് ചോദിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. വാല് കേൾക്കുന്ന വിശ്വാസികളെ, നമ്മളൊക്കെ നോട്ടീസുകളിൽ പതിഞ്ഞാൽ പോലും നമ്മളിവിടെ ജീവിക്കുമെന്നതിനത് ഗ്യാരണ്ടിയല്ല. ആരുടെ ബഹുമാനവും ആരുടെ ബഹുമതിയും ആരുടെ ആദരവും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൗതിക ലോകത്തുള്ള ബഹുമതികളും ആദരവുകളും മാറ്റിവെച്ച് അല്ലാഹുവിന്റെ ബഹുമതിയും ആദരവും പ്രതീക്ഷിച്ച് സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മൂമിനായി ഞാനും നിങ്ങളും മാറണമെന്ന് മാത്രം എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി. അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് പറയുന്നു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എല്ലാം അറിയുന്ന റബ്ബിന്റെ മുന്നിലെത്തുമ്പോ എത്ര വലിയ വേല പറഞ്ഞവനാണെങ്കിലും, എത്ര തന്നെ ജനങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചവനാണെങ്കിലും, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഇരുപ്പുകൾ കാതിലൂടെയും കണ്ണിലൂടെയും മൂക്കിലൂടെയും കൈകളിലൂടെയും പുറത്തു വന്ന ചെയ്തികൾ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഖുർആൻ. കേൾക്കുന്ന വിശ്വാസികളെ, പോലീസുകാരെ ഭയപ്പെട്ട് പലതും തെറ്റ് ചെയ്യാറില്ല. രാജ്യത്തിന്റെ നിയമങ്ങൾ പേടിച്ച് പലപ്പോഴും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും. ക്യാമറകളെ പേടിച്ച് നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. ആ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹുവിനെ ഓർമ്മിച്ച് അവന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ മുതല്ലിമായ എനിക്ക് സാധിക്കണം, നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഈ പാവപ്പെട്ട മുതല്ലിമിനോട് ഒന്നാമതായി, രണ്ടാമതായി, മൂന്നാമതായി ഓർമ്മപ്പെടുത്തി. നിങ്ങളും അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ ഞാനൊരു മുതല്ലിമാണ്, നിങ്ങൾക്ക് നിങ്ങളൊക്കെ പൊരുത്തപ്പെടണമെന്ന വസിയത്തോടുകൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചളിങ്ങാട് പള്ളിയുടെ വടക്ക് ഭാഗം താമസിക്കുന്ന പോക്കാക്കില്ലത്ത് ബാവമകൻ ഉമർ അല്പസമയം മുമ്പ് മരണപ്പെട്ട വിവരം അറിയിക്കുന്നു.